നേരം മാത്രം എന്റെ യാത്ര തീരുവാൻ. യേശുവേ നിനക്ക് സ്തോത്രം, വേഗം നിന്നെ കാണും ഞാൻ. യേശുവേ നിനക്ക് സ്തോത്രം, വേഗം നിന്നെ കാണും ഞാൻ. രാവിലെ ഞാൻ ഉണരുമ്പോൾ ഭാഗ്യമുള്ളോ നിശ്ചയം, എന്റെ യാത്രയുടെ അന്ത്യം ഇന്നലെക്കാളടുപ്പം. ഉറങ്ങുന്നു അപ്പോഴും രഥത്തിന്റെ ചക്രം മുമ്പോട്ടോടുന്നു. അപ്പോഴും രഥത്തിന്റെ ചക്രം മുമ്പോട്ടോടുന്നു. തേടുവാൻ ജഡത്തിൻ സുഖം ഇപ്പോഴല്ല സമയം. സ്വൽപ്പമെല്ലാം ദാഹിക്കിൽ, അല്പമപ്പം വിശപ്പിനു സ്വൽപ്പമെല്ലാം ദാഹിക്കിൽ. സ്ഥലം ഹാവിശേഷം ഫലമെത്ര മധുരം. വേണ്ട വേണ്ട ഉപദേശം അല്ല എന്റെ പാർപ്പിടം. വേണ്ട വേണ്ട ഉപദേശം അല്ല എന്റെ പാർപ്പിടം. സമയമാ രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. Lord's my shepherd, I'll not want. He makes me down to lie in pastures green. He leadeth me the quiet waters by. My soul he doth restore again, and me to walk doth make within the path of righteousness, in for his own name's sake. Yea, though I walk in death's dark vale, yet will I fear no ill. For thou art with me, and thy rod and staff me comfort still. ദുഃഖത്തിന്റെ പാനപാത്രം കർത്താവിന്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിടും ഞാൻ. സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിടും ഞാൻ. ദോഷമായിട്ടൊന്നും എന്നോട് നഷ്ടമേറി വന്നാൽ ഭാഗ്യവാനായി തീരുന്നു ഞാൻ. കഷ്ടമേറ്റ കർത്താവോട് കൂട്ടാളിയായി തീരുന്നു ഞാൻ.
everlasting to everlasting, you are God. You turn people back to dust, saying, return to dust, you mortals. 1,000 years in your sight are like a day that has just gone by, or like a watch in the night. Yet you sweep people away in the sleep of death. They are like the new grass of the morning. In the morning it springs up new, but by evening it is dry and withered. We are consumed by your anger and terrified by your indignation. You have set our iniquities before you, our secret sins in the light of your presence. All our days pass away under your wrath. We finish our years with a moan. Our days may come to 70 years or 80, if our strength endures. Yet the best of them are but trouble and sorrow, for they quickly pass and we fly away. If only we knew the power of your anger. Your wrath is as great as the fear that is your due. Teach us to number our days, that we may gain a heart of wisdom. Relent, Lord. How long will it be? Have compassion on your servants. Satisfy us in the morning with your unfailing love, that we may sing for joy and be glad all our days. Make us glad for as many as you have afflicted us, for as many years as we have seen trouble. May your deeds be shown to your servants, your splendor to their children. May the favor of the Lord our God rest on us. Establish the work of our hands for us. Yes, establish the work of our hands. Amen. താൻ ക്രൂശിൽ തിരുരക്തം മായിച്ചു കളഞ്ഞു ശത്രുത തീർത്തു സ്വർഗം എനിക്കു തുറന്നു എൻ യേശു എൻ സംഗീതം എൻ ബലമാകുന്നു എൻ ഹൃദയത്തിൻ ഖേദം ഖേദം തീർക്കുന്നു എൻ വഴിയിൽ പ്രയാസം ഞെരുക്കം സങ്കടം ശ്വാസം യേശുവിൻ മാർവിടം എൻ യേശു എൻ സംഗീതം എൻ ബലമാകുന്നു തൻ നിത്യ സ്നേഹം കൊണ്ട് എന്നെ സ്നേഹിക്കുന്നു ഈ ഞാനും അവനോട് കൂടെ പ്രകാശിക്കും എൻ യേശു എൻ സംഗീതം എൻ ബലമാകുന്നു തൻ ജീവന്റെ കിരീടം എനിക്കു തരുന്നു താൻ മുഖത്തിൻ പ്രകാശം ഹായത്ര മാധുരം നല്ലൊരവകാശം എന്റേതു നിശ്ചയം വിരുദിനായി പറന്നിടും ഞാൻ മറുരൂപമായി പരമേശ്വരാജൻ സന്നിധോ ദൂതസംഗമാകവേ എന്നെ എതിരേൽക്കുവാൻ സദാ സന്നദ്ധരായി നേടുന്നേ ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുമ്പിൽ ഹല്ലേലൂയ പാടിടും ഞാൻ ആമേൻ ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുമ്പിൽ ഹല്ലേലൂയ പാടിടും ഞാൻ
ദേവദാസി ഈ ലോകത്തിൽ 76 വർഷക്കാലത്തോളം സന്തോഷത്തോടെ കൂടി കഴിഞ്ഞുകൂടി ദൈവസന്നിധിയിലേക്ക് കടന്നു പോയിരിക്കുകയാണ്. പ്രത്യേകാൽ ദേവദാസിയുടെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ ഈ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തക്കവണ്ണം എല്ലാവർക്കും ഇടയാകണം എന്നുള്ള കാര്യം ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. പ്രത്യേകാൽ ഇന്നത്തെ ശുശ്രൂഷയിൽ സഹകാർമ്മികത്വം വഹിക്കാൻ തക്കവണ്ണം കടന്നു വന്നിരിക്കുന്ന തിരുപ്പൂർ സെന്റ് മേരീസ് ഇടവകയുടെ വികാരിയായിരിക്കുന്ന അജിനച്ചനെയും പ്രത്യേകമായിട്ട് ഭവനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശുശ്രൂഷ ആരംഭിക്കാൻ തക്കവണ്ണം പോവുകയാണ്. മറ്റ് സംസാരങ്ങളും മറ്റും ഉണ്ടാകാതെ പ്രാർത്ഥനാപൂർവ്വം ഇതിൽ പങ്കുകൊള്ളുവാൻ തക്കവണ്ണം ഇടയാകണം എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു. പ്രാർത്ഥിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, പറഞ്ഞു പറയുമേ നിനക്ക് സമാധാനം. മരണമുള്ളവരെ പാപമരണത്തിൽ നിന്ന് രക്ഷിപ്പാനായി ജഡപ്രകാരം മരിച്ച നല്ലവനും മരണമില്ലാത്തവരുമായുള്ളവയെ നിത്യമായ ഈ ലോകത്തിൽ നിന്നും നിന്റെ കരുണയിലുള്ള ശരണത്തിൽ വാങ്ങിപ്പോയിരിക്കുന്ന ഞങ്ങളുടെ ഈ ദാസിക്ക് വേണ്ടി ഇപ്പോൾ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആത്മാവിൽ പൂർണ്ണമായ ആശ്വാസങ്ങൾക്ക് നീ സൗജന്യമായി കൊടുക്കണമേ. നിന്റെ രാജ്യത്തിലുള്ള വിരുന്നിൽ തോഴ്മക്കാരികളോടുകൂടെ ഇവിടെ നീരുത്തണമേ. എന്തെന്നാൽ നീ ജീവനുള്ളവനും ജയിപ്പിക്കുന്നവനുമാകുന്നു, ഉത്തമനും മനുഷ്യരെ സ്നേഹിക്കുന്നവനുമാകുന്ന പിതാവും പുത്രനും പരിശുദ്ധവുമാകുന്ന ഏക ദൈവമേ, നിനക്ക് എന്നേക്ക് ബഹുമാനം കടപ്പെട്ടിരിക്കുന്നു. വാഴ്ത്തുക നാഥനെ എന്നാത്മാവേ, ഹാലേലൂയ. ഓർക്കുകതൽ പ്രതിദാനങ്ങൾ നാശമൊഴിച്ചവനം ചെയ്യും, ഹാലേലൂയ. വേദനകൾ കേകും ശമനം എന്റെ ശരീരം ഭക്ഷിച്ചൻ രക്തം പാനം ചെയ്യുന്നോനിടമവനിൽ താൻ ഞാനും അമർന്നിടും അവസാനം. ജീവൻ ഞാനവനെ കേടുമെന്നോദിയലിൻ മൊഴി നിറവേറ്റ വിശ്വാസമിടും മൃതലോകം നിൻവരവിൻ ദിവസത്തിനായി നോക്കി പാർക്കുന്നെന്നാഥാനിൻ പ്രത്യാശയിൽ നിദ്രിതരാം നിന്നടിയാരെ കർത്താവേ കൃപയാൽ ജീവിപ്പിക്കണം. നാം എല്ലാവരും നമസ്കരിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. സ്തോത്രവും പ്രഭയും പോഴ്ചയും മനുഷ്യരുമായ നല്ല ഉന്നതിയും സദാ ഇപ്പോഴും ഇടപെടാതെ കരയേറ്റുവാൻ അടിയങ്ങൾ യോഗ്യരായി തീരണമേ. നാശത്തോടെ വിതയ്ക്കപ്പെടുന്ന മരിച്ചവരെ നാശം കൂടാതെ ഉയർപ്പിക്കുകയും അപമാനത്താൽ വിതയ്ക്കപ്പെടുന്നവരെ മഹത്വത്തോടെ ജീവിപ്പിക്കുകയും ചിതറിയിരിക്കുന്നവയും ബലഹീനതയുള്ളതുമായ അസ്ഥികളെ ശക്തി ധരിപ്പിക്കുകയും ജഡീകമായ ശരീരങ്ങൾക്ക് ആത്മീയ അവസ്ഥ നൽകുകയും ചെയ്തവനായി ജ്ഞാനമുള്ള സൃഷ്ടാവും സ്ഥിരതയോടെ നവീകരിക്കുന്നവനുമായ തന്നെ നാം ഓർത്തുബോധപ്പെടുത്തണം.
തനിക്ക് തന്റെ ദാസിയുടെ ശവസംസ്കാര ശുശ്രൂഷയുടെ 2-ാം ദശവിശുദ്ധ നിർവഹിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും അടിയങ്ങളായി സ്വന്തം ദിവസങ്ങളൊക്കെയും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. മരണമില്ലാത്തവനും അഴിവില്ലാത്തവനുമായ ദൈവവും മരണമുള്ളതും അഴിവുള്ളതുമായ ഞങ്ങളുടെ സ്വഭാവത്തിന്റെ നാഥനും സൃഷ്ടാവും ശരീരങ്ങളിരിക്കുന്നവരും ശരീരങ്ങളിൽ നിന്ന് പുറപ്പെട്ടു പോകുന്നവരുമായ സകലരുടെയും ദേഹികളും ആത്മാക്കളും എന്റെ കയ്യിലിരിക്കുന്നവരുമായി നീതിമാന്മാരുടെ ശരണവും പുണ്യവാന്മാരുടെ പ്രത്യാശയുമായുള്ളവേ, സകലരുടെയും സഹായത്തിന്റെ രക്ഷയ്ക്കുമായി നീ മുൻപ് കൂട്ടി സൂക്ഷിച്ചുകൊണ്ട് ഇവിടെയുള്ള ആയുസിലും അവിടെയുള്ള യാത്രയിലും എല്ലാവരും ഉചിതമായിരിക്കുന്നവയെ നീ നൽകുന്നു. നിന്റെ സംരക്ഷണയോടെ പരിശോധിക്കപ്പെടാവതല്ലാത്ത ആഴത്തിൻ പ്രകാരവും സകലത്തെയും കവിയുന്നതുമായ നിന്റെ മുന്നറിവാൽ ഈ ആയുസിൽ നിന്ന് ഈ ആത്മാവിനെ നീ നീക്കിയിരിക്കുന്നു. നിന്റെ അനുഗ്രഹങ്ങളുടെ സമ്പത്തിൻ പ്രകാരവും ആർദ്രകരണയും പ്രകാരവും ഇതിനോടുകൂടി യാത്ര ചെയ്ത് ഇതിന്റെ അവിടെയുള്ള ഭയങ്കര കടവുകളിൽ അതിന് നേരിടുന്നതായ പ്രതികൂല എതിർപ്പുകളിൽ നിന്ന് വീണ്ടുകൊള്ളുന്നവരായ സമാധാന ദൂതന്മാർ മൂലം ഇതിനെ നീ കൈക്കൊള്ളണമേ. ഈ നിന്റെ ദാസ്യ മനസ്സോടും മനസ്സുകൂടാതെയും അറിവ് കൂടാതെയും ചെയ്തിട്ടുള്ള പാപങ്ങളെ തിന്മകളെ നീ പുണ്യമാക്കി നിന്റെ അളവില്ലാത്ത അനുഗ്രഹങ്ങളുടെ ഭഗതപ്രകാരം നീ ക്ഷമിച്ച് മായ്ച്ചു കളയണമേ. ഞങ്ങളെല്ലാവരും മൂഴിയാകുന്നുവെന്നും പാപങ്ങളാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നുവെന്നും സ്ത്രീയിൽ നിന്ന് ജനിച്ചിരിക്കുന്നവരിൽ നിന്റെ മുമ്പാകെ കുറ്റമില്ലാത്തവരില്ലെന്നും ഒരു നാഴിക പോലുമെങ്കിലും ഭൂമിയിൽ പാപം കൂടാതെ ജീവിപ്പാനും വസിപ്പാനും കഴിയുന്നതല്ലെന്ന് നീ ഓർത്തുകൊള്ളണമേ. എന്നാലോ കർത്താവേ, ഹൃദയപൂർവ്വം നിന്റെ അടുക്കൽ ഞങ്ങൾ സങ്കടത്തോടെ നിലവിളിക്കുന്നതിനാൽ കരുണയുള്ളവനെ പോലെയും എല്ലാവരോടും കരുണ ചെയ്യുന്നവനെ പോലെയും നിന്റെ കൃപയും മനുഷ്യ സ്നേഹവും നിന്റെ ദാസിയുടെ പക്കൽ നീ കാണിക്കണമേ. പ്രകാശത്തിന്റെ ഭവനങ്ങളിലും സ്വർഗത്തിൽ പേരെഴുതപ്പെട്ടിരിക്കുന്ന ആദിജാതന്മാരുടെ യെരൂശലേം സഭയിൽ സ്വർഗീയ ആശ്വാസ സ്ഥലങ്ങളിലും നിന്റെ ദാസിയെ നീ വസിപ്പിക്കണമേ. നിർവ്യാജമായ നിന്റെ വചനപ്രകാരം ശക്തിയോടും വലിയ മഹത്വത്തോടും അവിടെ ആകാശമേഘങ്ങൾ നീ എഴുന്നള്ളി വരികയും നിന്റെ വിശുദ്ധമാലാക്കന്മാർ മൂലം ആകാശത്തിന്റെ 4 കോണുകളിൽ നിന്ന് നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ നീ കൂട്ടിച്ചേർക്കുകയും സകലത്തെയും ചെയ്യിപ്പിക്കുന്നതിന്റെ ശബ്ദത്താൽ കബറുകളിൽ ഇരിക്കുന്നവർ ഉയർത്തി നിൽക്കുകയും ചെയ്യുമ്പോൾ, കർത്താവേ, ഇന്ന് ഞങ്ങളുടെ ഇടയിൽ നിന്ന് വേർപെട്ട് വാങ്ങിപ്പോയിരിക്കുന്ന നിന്റെ ദാസിയെ അനുഗ്രഹങ്ങളുടെ സ്മരണയാൽ നീ ഓർത്തുകൊള്ളണമേ. നിന്റെ ദാസിയുടെയും ഞങ്ങളുടെ ലജ്ജാകരമായ പ്രവൃത്തികളെയും ഞങ്ങളുടെ നിന്ദ്യമായ കാര്യങ്ങളുടെ നാളത്തെയും നിന്റെ ഭയങ്കര സിംഹാസനത്തിന് മുമ്പാകെ നിന്റെ കരുണ മൂടിക്കളയുമാറാകണമേ. കർത്താവേ, നിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും നീ ഞങ്ങളെ സൃഷ്ടിക്കുകയും നിന്റെ വിശുദ്ധ കൈകളാൽ ഞങ്ങളെ നീ മെനഞ്ഞുണ്ടാക്കുകയും ഞങ്ങൾ നഷ്ടപ്പെട്ടതിന് ശേഷം നിന്റെ വിശുദ്ധ കഷ്ടാനുഭവങ്ങളാൽ ഞങ്ങൾ രക്ഷിക്കുകയും നിന്റെ തിരുശരീരക്തങ്ങളിൽ ഞങ്ങളെ സംബന്ധിപ്പിക്കുകയും ചെയ്തു. ഞങ്ങളുടെ വാക്കുകൾക്കും പ്രവൃത്തികൾക്കും അനുസരണമായി നീ ഞങ്ങളെ വിധിക്കുമെങ്കിൽ മനുഷ്യജാതം ചെയ്തിട്ടുള്ള ഞങ്ങൾക്ക് എല്ലാവർക്കും ദുരിതമാവുന്നു. ആകയാൽ ഉത്തമനെ ദയതോ നീ ക്ഷമിക്കണമേ. കരുണയുള്ളവനെ മനസ്സലിയണമേ. നിന്റെ മുമ്പാകെ ഉണ്ടാകുന്ന സകല ലജ്ജയിൽ നിന്നും നാളത്തിൽ നിന്നും വരുമാനിക്കുന്ന നരകവേദനകളിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ച് വീണ്ടുകൊള്ളണമേ. വിലപിച്ചിരിക്കുന്നവരെ ആശ്വസിപ്പിക്കണമേ. ദുഃഖിതരെ ധൈര്യപ്പെടുത്തണമേ. പാപങ്ങളാലും തിന്മകളാലും മലിനപ്പെട്ടിരിക്കുന്നവരെ കുറ്റമില്ലാത്ത നല്ല അവസാനത്തിനും നിന്റെ വരവിന്റെ അവസാന നാളിൽ നിന്റെ മുമ്പാകെയുള്ള മുഖപ്രസാദത്തിനും യോഗ്യന്മാരാക്കണമേ. എന്തെന്നാൽ ദൈവമേ, നീ സകലരോടും കരുണ ചെയ്യുന്നവനും മനുഷ്യരെ സ്നേഹിക്കുന്നവനുമായ ദൈവമാകുന്നു. നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞത യോഗ്യമാകുന്നു. ഓശോ ങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും 2 ലോകങ്ങളിലും എന്നും എന്നേക്കും കൈക്കൊള്ളുമാറാകട്ടെ. ചരിതത്തെ പരിശോധിപ്പോ പാപമലീമസമാണെങ്കിൽ താപമോടാത്മം കേഴുന്നു. സൽകർമ്മങ്ങളെ ദർശിച്ചാൽ ഉത്കുതകത്തോടോതേടും ദേവേശ നിന്തിരുമേയും രക്തവും എന്നെ നീ തീറ്റി ന്യായസ്ഥാനത്തവരണ്ടും ധൈര്യമെനിക്ക് കീഴട്ടെ. ശുദ്ധന്മാരുടെ കൂട്ടത്തിൽ സ്തോത്രം ഞാൻ പാടും. സ്തോത്രം ലിഖിതം പോലവസാനതേനെ പാരും വാനം മായുമ്പോൾ താരം സകലം വീഴുമ്പോൾ ജ്യോതിർനഗരം നീങ്ങുമ്പോൾ നാഥ സാത്വികളോ തന്നെ കാത്തിടണം.
വാഴ്ത്തും ഞാൻ നിന്നെ. മൃതലോകത്തിൽ ലാസറിനും യായിറോസിൻ പുത്രിക്കും വിധവാനന്ദനും ജീവൻ ദാനം ചെയ്തൊരു ശബ്ദം താൻ നിന്നെ പുനരുദ്ധാനത്തിൽ മണ്ണിൽ നിന്നും ജീവിപ്പിക്കട്ടെ. നിന്നെ ഇഷ്ടം ചെയ്തൊരു ധാർമ്മികർത്തൻ പ്രാർത്ഥനയാലെ ജീവിത ലക്ഷ്യ വിശ്രാമം നേടി അന്ത്യേ സർവേശ നിന്നുടെ കരുണ ഭാജനമായി നിന്തിരുനാമം സ്തുതി ചെയ്യണമിവൾ പാർക്കുമോ. എൻ ഗാത്രം ഭക്ഷിച്ചുയരം രുതിരം പാനം ചെയ്തോനെ ഞാൻ വെടിയാശിയോളിൽ എന്നാൽ ലവനെന്നും ജീവിപ്പാൻ ഞാൻ മൃതനായൻ ഈശൻ ചൊന്നോരാവചനം സ്തുത്യം ദേവാദാസികേ ഗണമേ പുണ്യം നിന്മഹിമോദേ തന്നിൽ നിർത്തണമേ വലമായി ഇവളെ ധർമ്മിഷ്ഠന്മാരോ തൻപാൽ നീ പാർപ്പിക്കണം. ദോഷത്തെ ഓർത്തിടാതെ വീഴ്ചകളെ മായിക്കേണം. പ്രാർത്ഥന കേട്ടിവളെ പുണ്യം ചെയ്തോരോടൊന്നാക്കേണം. മാതിരയിൽ സ്തോത്രം നാദ പാടിട്ടവൾ നിൻ പേർക്കായി മൃതരും ജീവിക്കുന്നോരും വാഴ്ത്തിയിടും നിന്നെ എന്നും. മാതൃദയാനാഥദേവാദാസിക്കേ ഗണമേ പുണ്യം നിൻ മഹിമോദേ നാൾ തന്നിൽ നിർത്തണമേ വലമായി വളേ. സർവശക്തിയുള്ള പിതാവായി ആകാശത്തിന്റെയും ഭൂമിയുടെയും ദൈവത്തിന്റെ ഏകപുത്രനും സ്ഥലത്തെ ജീവിപ്പിക്കുന്ന കർത്താവും മക്കളിലൊപ്പം കൃപ ചെയ്വതുപോലെ ഹല്ലേലൂയ. ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. ശരണത്താലേ നിൻ കൃപയിൽ രാജാ ജീവൻ നൽകുന്നു. കവലവരോടെഴുന്നേറ്റു ചെയ്തിടുന്നു ഭാവിക്കുമോ. എന്റെ ശരീരം ഭക്ഷിച്ചം പാനം ചെയ്താൻ പാതാളത്തിൽ പോകാനായി വീണാൻ ഞാൻ എന്ന് പറഞ്ഞു ജീവിപ്പാൻ അങ്ങെത്തിട്ട് മരിച്ചതു ഞാൻ എന്നും കാത്ത തങ്ങളിൽ നിന്നു മഹത്വം മറിയോറാകെ മേലു ആധാരേ നിറഞ്ഞിരിക്കുന്നവനെ
ത്രിയേക ദൈവത്തിൻ്റെ തന്നെ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ബഹുമാനപ്പെട്ട സാംബേബി അച്ഛൻ, സംതൃപ്തരായിരിക്കുന്ന കുടുംബാംഗങ്ങളെ, ബന്ധുമിത്രാദികളെ ഏവരുമേ, നമുക്കേവർക്കും അറിവുള്ളതുപോലെ ഏതൊരു മനുഷ്യൻ്റെയും അല്ലെങ്കിൽ മൂക്കിൽ ജീവശ്വാസമുള്ള ഏതൊന്നിൻ്റെയും ജീവിതത്തിൽ കടന്നു വരേണ്ടതായ ഒരവസ്ഥയാണ് മരണമെന്ന് പറയുന്നത്. മനുഷ്യനാലോ മറ്റ് യാതൊരുവിധ ശക്തികളാലോ തടഞ്ഞു നിർത്തുവാൻ തക്കവണ്ണം സാധിക്കാത്ത ഒരവസ്ഥ. ഏവനും ഏത് നിമിഷവും ഇതിനായി ഒരുങ്ങിയിരിക്കണമെന്ന് പോലും നമ്മുടെ പിതാക്കന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പ്രത്യേകമായിട്ട് നാം നോക്കുമ്പോൾ ഈ ഒരവസ്ഥ എന്ന് പറയുന്നത് നമ്മെ സംബന്ധിച്ച് ഭൗതികമായി നോക്കുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മളിൽ നിന്ന് കടന്നു പോകുമ്പോൾ അവർ ഭൗതികമായ അവസ്ഥ പിന്നീട് നമ്മോട് കൂടി ഉണ്ടാകുന്നില്ല. എന്നാൽ വേദവചനം നാം പഠിക്കുമ്പോൾ അവർ സജീവരായി ദൈവത്തോടു കൂടി സ്ഥിതി ചെയ്യുന്നു എന്നുള്ളതായ നിരവധി ഉദാഹരണങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. നമ്മുടെ കർത്താവിൻ്റെ തേജസ്കരണ സമയത്ത് മറുരൂപം വരയിൽ 2 വ്യക്തിത്വങ്ങളെ അദ്ദേഹത്തോടു കൂടി കാണുന്നു. 2 പേരും 2 കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്ന 2 വിശുദ്ധന്മാർ കർത്താവിനോട് സംസാരിക്കുന്നതായി കാണുന്ന ഒരവസ്ഥ. അതുതന്നെയാണ് ഏറ്റവും വലിയ ഒരു കാര്യമെന്ന് പറയുന്നത്. നമുക്ക് നൽകിയിരിക്കുന്ന ഏറ്റവും വലിയൊരു ഉപോത്ബലകവും അതുതന്നെയാണ്. ആ 2 പേർ, മോശയും ഏലിയാവും, കർത്താവ് ഒരുപക്ഷെ ഭൗതികമായ അവസ്ഥയിൽ അവരെ കണ്ടിട്ടില്ല. മോശയും ഏലിയാവും തമ്മിൽ പോലും ഭൗതികമായ അവസ്ഥയിൽ കണ്ടിട്ടില്ല. അവർ ജഡത്തിലിരിക്കുമ്പോൾ ഈ 3 വ്യക്തിത്വങ്ങൾ തമ്മിൽ യാതൊരു ബന്ധവും ഉണ്ടായിട്ടില്ല. അവർ തമ്മിൽ പരസ്പരം കണ്ടിട്ട് പോലുമില്ല. 3 വ്യത്യസ്ത കാലഘട്ടങ്ങൾ ജീവിച്ചവർ. എന്നാൽ ആ മറുരൂപം വരയിൽ ശിഷ്യന്മാർ കാണുന്നതായ രംഗം ഈ 3 പേരും തമ്മിൽ സംസാരിച്ചു കൊണ്ട് നിൽക്കുന്നതായ രംഗമാണ്. അതുതന്നെയാണ് ഏറ്റവും വലിയ ഒരു തെളിവ് എന്ന് പറയുന്നത്. വാങ്ങിപ്പോയവരുടെ സജീവമായ അവസ്ഥ. അവർ നമ്മോട് കൂടി തന്നെ ഉണ്ട്, നമുക്കിടയിലും അവരുടെ സാന്നിധ്യം ഉണ്ട് എന്നുള്ള ഒരു വിശ്വാസമാണ് നാം പഠിച്ചിരിക്കുന്നത്. അതുതന്നെയാണ് നാം പിന്തുടർന്നു പോകുന്നത്. പ്രത്യേകാൽ ഈ മാതാവിനെ സംബന്ധിച്ചിടത്തോളം ഈ ദൈവം തമ്പുരാൻ ഈ ഭൂമിയിൽ നൽകിയതായ ഈ കാലഘട്ടം അത്രയും ജീവിക്കുവാൻ തക്കവണ്ണം ദൈവം എല്ലാവിധ കൃപകളും നൽകി. പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു, പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു, ദുഃഖങ്ങൾ, കണ്ണുനീരിൻ്റെ അനുഭവങ്ങൾ, സന്തോഷങ്ങൾ എല്ലാം ഉണ്ടായിരുന്നു. എന്നാൽ അതിൻ്റെ എല്ലാ നടുവിലൂടെയും നടന്ന് തന്നിൽ ഭരമേൽപ്പിക്കപ്പെട്ട എല്ലാ ചുമതലകളും ഭംഗിയാമണ്ണം നിർവഹിച്ച ശേഷം ഇപ്പോൾ വിശ്രമത്തിനായി ദൈവസന്നിധിയിലേക്ക് വാങ്ങിപ്പോയിരിക്കുകയാണ്. അതും സജീവമായ ഒരവസ്ഥയിലേക്ക്. നമ്മുടെ പ്രത്യാശ അനുസരിച്ച് കർത്താവിൻ്റെ 2ാമത്തെ വരവിൽ വെള്ള നിലയങ്കി ധരിച്ച് കൈകളിൽ കുരുത്തോലയും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ആ നില കാണുവാൻ തക്കവണ്ണം ഈ അമ്മയെയും യോഗ്യയാക്കി തീർക്കണമേ എന്നുള്ള പ്രാർത്ഥനകളാണ് ഇനി നമ്മിൽ നിന്ന് ഉയർന്നു വരേണ്ടത്. ശവസംസ്കാര ശുശ്രൂഷയുടെ അവസാന ഘട്ടത്തിൽ പാടുന്ന ഒരു പാട്ടിലെ ഈരടികൾ ഇങ്ങനെയാണ്: പ്രാർത്ഥനയിൽ മേന്മേൽ എന്നെ ഓർപ്പീൻ, എന്നെ മറന്നിടാൻ ഇടയാകരുതേ എന്ന് പറയുന്നുണ്ട്. ഇനി നമ്മെ സംബന്ധിച്ചിടത്തോളം, ഇവിടെ ഭൂമിയിൽ അവശേഷിക്കുന്നവരായ നാം ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളം വേണ്ടുന്നതായ കാര്യം ഈ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ദൈവം തമ്പുരാൻ ആ പർദീസയുടെ അനുഭവം നൽകുന്നതുവരെ ആ ആത്മാവിൻ്റെ യാത്രയിൽ ദൈവത്തിൻ്റെ മാലാഖമാർ കൂട്ടായിരിക്കുവാനും അവിടെ ചെന്ന് ചേരുവോളവും അവിടെ ചെന്ന് ചേർന്ന ശേഷമുള്ളതുമായ കാര്യങ്ങളെല്ലാം ഭംഗിയാമണ്ണം ദൈവം തമ്പുരാൻ കൈക്കൊള്ളുവാനും എല്ലാം നമ്മുടെ പ്രാർത്ഥനകളാണ് ഇനി അവശേഷിക്കുന്നതായിട്ടുള്ളത്. ആ പ്രാർത്ഥന എല്ലായ്പ്പോഴും നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ ഏതൊരുവനും കടന്നു പോകേണ്ടതായ ഒരവസ്ഥയാണ്. നമുക്ക് പരിചിതമായ ഒരു വേദഭാഗത്തിൻ്റെ പ്രകാരമാണ് ഇന്ന് ഞാൻ, നാളെ നീ. നാം ഓരോരുത്തരും ഇതുപോലെ ഒരു ഘട്ടത്തിലൂടെ കടന്നു പോകേണ്ടതാണ്. അതുകൊണ്ട് ഒരിക്കലും നമുക്ക് പ്രത്യാശയില്ലാത്ത ഒന്നല്ല മരണം എന്ന് പറയുന്നത്. ഒരു വേർപാടിൻ്റെ അനുഭവം എന്ന് പറയുന്നത് ഭൗതികം മാത്രമാകുന്നു. എന്നാൽ സജീവത്വത്തോടുകൂടി അവരുടെ ആത്മാവിൻ്റെ സാന്നിധ്യം നാം ഓരോരുത്തരോടു കൂടിയുണ്ട്. ആ ഒരു ബോധ്യം നമുക്ക് എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കണം. അതിനനുസരിച്ച് അവരെയും പ്രാർത്ഥനയും ഓർക്കണം. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ പിതാക്കന്മാർ ഏതൊരു പ്രാർത്ഥനകളുടെ അവസാനത്തിൽ വാങ്ങിപ്പോയവരെ കൂടി അനുസ്മരിച്ചുകൊണ്ട് അത് അവസാനിപ്പിക്കുന്നതായ ഭാഗം നാം കാണുന്നത്. ശുശ്രൂഷകൾ ഇവിടെ പൂർത്തീകരിക്കുകയാണ്. ഈ ഭവനത്തിന് വെളിയിൽ വെച്ചുള്ള ഒരു ക്രമം കൂടി നടത്തി ദേവാലയത്തിലേക്ക് മൃതശരീരം എടുക്കാൻ തക്കവണ്ണം പോവുകയാണ്. താൻ പ്രിയം വെച്ചിരുന്ന, താൻ ഇത്രയും കാലം ജീവിച്ചിരുന്ന ഭവനത്തോടെ യാത്ര പറഞ്ഞ് ഭവനത്തിൽ നിന്ന് പുറത്തേക്ക് ഉള്ള ശുശ്രൂഷ ആരംഭിക്കാൻ തക്കവണ്ണം പോവുകയാണ്. അതിനുള്ള ക്രമീകരണം ചെയ്യണം എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കണം. പുറത്ത് സ്റ്റൂളും കാര്യങ്ങളും ക്രമീകരിക്കാവുന്നതാണ്.
ഭവനത്തിൽ വെച്ചുള്ള അവസാനത്തെ ക്രമം ഇപ്പോൾ നടത്തുന്ന ക്രമം പോവുകയാണ്. പ്രാർത്ഥനയോടുകൂടി ദേവദാസി യാത്രയാക്കണം തക്കവണ്ണം പ്രത്യേകാല ഇടയാകും. കരുണയുള്ള ദൈവമായ കർത്താവേ, ഞങ്ങൾ ശരണപ്പെടുന്നു. നിന്റെ കർത്തകൽപ്പനയാൽ വേർപെട്ടു പോയ ദാസിയുടെ ആത്മാവിന് വേണ്ടി നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ദുഷ്ടന്മാരായ മത്സരക്കാരുടെ വലകളിൽ നിന്നും കാണപ്പെടാത്ത അന്ധകാര സൈന്യങ്ങളിൽ നിന്നും നിന്റെ ദാസിയെ വീണ്ടുകൊള്ളണമേ. ഈ ആത്മാവ് ജീവന്റെ സ്ഥാനത്ത് നീതിമാന്മാരുടെ കൂട്ടത്തിൽ ചെന്നെത്തുമാറാകണമേ. പിതാവും പുത്രനും പരിശുദ്ധ റുഹായുമായുള്ളവേ, ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും നിന്റെ ദാസി നിന്റെ പരിശുദ്ധന്മാരോട് വസിക്കുമാറാകണമേ. നീ ജീവനെടുത്തിടുമ്പോൾ മൃതരായി മണ്ണിൽ ചേരുന്നു. കർത്തൃമഹത്വം വാഴട്ടെന്നും തൻ ക്രിയകളിലുടയോൻ തെളിയട്ടെ. ബാറയ്ക്കുമോ ലാസറിനെ കബറിൽ എഴുന്നേൽപ്പിച്ചോനെ വാഴ്ത്താൻ വന്നിടുവിൻ. പ്രതിഭാസത്തേനും വിധവാസുതനെ വിടുവിച്ചോനെ നാം എല്ലായ്പ്പോഴും വിശ്രമമേന്യെ സ്തുതി ചെയ്താരാധിക്കണം. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. സ്തുതിയും സ്തോത്രവും പ്രാഭവും പുകഴ്ചയും മാഞ്ഞു പോകാത്ത നല്ല ഉന്നതയും നിത്യവും ഇടപെടാതെ അർപ്പിപ്പാൻ അടിയങ്ങൾ യോഗ്യരായി തീരണമേ. മരിച്ചവരെ ജീവിപ്പിക്കുന്നവനും കബറടക്കപ്പെട്ടവരെ എഴുന്നേൽപ്പിക്കുന്നവനും ന്യായാധിപതിമാരുടെ ന്യായാധിപതിയുമായ കർത്താവിനും സ്തുതി. തന്റെ ദാസിയുടെ സംസ്കാര ശുശ്രൂഷ നിർവഹിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും നാഴികകളിലും അടിയാറുടെ ആയുഷ്കാലം മുഴുവനിലും സ്തുതിയും ബഹുമാന ആരാധന എനിക്ക് യോഗ്യമാകുന്നു. ആദിയിലുണ്ടായിരുന്നവനും ഇപ്പോഴുള്ളവനും എന്നേക്ക് നിലനിൽക്കുന്നവനും തന്റെ പിതാവിന്റെ മഹത്വത്തിൽ ശുദ്ധമാലാകമാരോടുകൂടെ വരുവാനിരിക്കുന്ന വിശ്വതമ്പുരാനെ സംഖ്യാതീതമായ തിരുകണങ്ങളും പതിനായിരങ്ങളും തിരുവാകപരെ പ്രമിച്ച് മറച്ചുകൊണ്ട് നിൽക്കുന്നു. ഭയങ്കരന്മാരായ ക്രോപന്മാരും സ്ഥിരതയുള്ള ഗണങ്ങളും സ്വർഗീയമായ മേഘങ്ങളും നിന്നെ ആഘോഷിക്കുന്നു. നിന്റെ ഉഗ്രമായ ശബ്ദത്തിൽ നീ അട്ടഹസിക്കുമ്പോൾ മരണം വീണു പോവുകയും പാതാളം നശിച്ചു പോവുകയും ആദിഭൂതങ്ങൾ അഴിഞ്ഞു പോവുകയും ഭൂമിയെ ദ്രവിച്ചു ചേർന്നു പോയ സർവ്വശരീരങ്ങളും പുനരായി സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നു. സകലത്തിന്റെ സൃഷ്ടാവും നിർമ്മിതാവും എന്ന നിലയിൽ സൃഷ്ടിശക്തിയുടെ വചനത്താൽ നീ വീണ്ടും അവയെ സജ്ജീകരിക്കുന്നു. നന്മയാകട്ടെ തിന്മയാകട്ടെ അവനാ പ്രവർത്തിച്ചിട്ടുള്ളതിനെ കുറിച്ച് സമാധാനം ബോധിപ്പിക്കുവാനായി സകല വംശങ്ങളും ഗോത്രങ്ങളും പരിപ്രവചനവും ഭയങ്കരവുമായ സിംഹാസനത്തിനും ഭാഗം വന്നുകൂടുകയും ചെയ്യുന്നു. ബലവാനും കാരുണ്യവാനുമായ ദൈവമായ കർത്താവേ, ഇവയെല്ലാം സംഭവിക്കുകയും പ്രവർത്തിക്കപ്പെടുകയും ചെയ്തിട്ടുള്ള സമയത്ത് നിന്നുള്ള പ്രത്യാശയോടെ പ്രാപിച്ചിരിക്കുന്ന നിന്റെ ദാസിയെ നിന്റെ വലത് ഭാഗത്ത് നിർത്തിക്കൊള്ളണമേ. എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന ഏവനും എന്നിലും ഞാൻ അവനിൽ വസിക്കുന്നു. അവസാന ദിവസത്തിൽ ഞാൻ എന്നെ എഴുന്നേൽപ്പിക്കുമെന്ന് ജീവനുള്ള തിരുവാകേണ്ടവരുടെ ചെയ്തിട്ടുള്ള വചനം ഞങ്ങളിലും ഇവളിലും നിറവേറ്റണമേ. ഞങ്ങളും ഞങ്ങളുടെ പരേതനും നിന്റെ വലത് ഭാഗത്ത് നിന്നിട്ട് നിന്റെ കരുണയെ കാണുകയും നിനക്കും നിരവിധാനും പരിശുദ്ധഹായിക്കും സ്തുതിയും സ്തോത്രം കരയറ്റുകയും ചെയ്യുമാറാകണമേ. ജീവിതത്തിൽ കടങ്ങൾക്ക് പരിഹാരം പാപങ്ങൾക്ക് മോചനം രണ്ട് ലോകങ്ങളിലും എന്ന് വന്നേക്കുന്ന പ്രാപിക്കുമാറാകട്ടെ. നഗരകവാടം വഴിയായി ഞാൻ പോകുന്നേരം കേട്ടേനൊരു നാദം ശ്രദ്ധിച്ചെന്നരികെ നിന്നേറ്റം ഖേദം തോന്നും നിരതത്തെ ജനതകളെയും പരതരുണന്മാരെയും ബാലന്മാരെയും കണ്ടേൻ. പ്രഭുവനിതകളും ദാസികളും സന്താപാരാവത്തിൽ പാടുന്നു. വ്യസന സമേതം ചോദിച്ചേൻ കേഴും എന്തിന്നേവം സുന്ദരരെ വ്യതയോടെന്തിനു പാടിടും നിന്നോടോതി മൂടാമിണ്ടാതെ. കാണുന്നൊരു സൗന്ദര്യം ബാധ
സൗന്ദര്യം പ്രാതകാലത്തിൽ തെളിവാകും സൂര്യനു തുല്യം. ഈ സൗന്ദര്യം പാഴ്പുൽക്കൊടിയിന്മേൽ തങ്ങും തൂമഞ്ഞിനു തുല്യം. ഈ സൗന്ദര്യം സന്ധ്യാവേളയതിൽ വാടിയിടും പൂവിനു തുല്യം. പാതാളത്തിൽ പാഴാം രൂപത്തിൽ കനിയുക കനിയുക കർത്താവേ, ജീവൻ നൽകി തേജോ വസനം നീ അതിനെ അണിച്ചിടണമേ. സർവാധീശ സ്തോത്രം സ്തോത്രം ബലവാനും മഹാകാരുണ്യവാനും ദയാലുവുമായ ദൈവമായ കർത്താവേ, തിരുസന്നിധിയിലേക്ക് നീ എടുത്തിരിക്കുന്ന ഭാവിച്ചിരിക്കുന്ന ഈ നിന്റെ ദാസിക്ക് വേണ്ടി ഈ സമയത്ത് ഞങ്ങൾ അടച്ചിരിക്കുന്ന രൂപം കൈക്കൊണ്ട് സ്വർഗീയ മോഹനീയ ആശ്വസിപ്പിക്കണമേ. കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും തിരുമുൻപാക്കിയുള്ള നമുക്ക് പ്രസംഗിക്കുന്നതിന്റെ ദാസി ഇറക്കിയാക്കുകയും ചെയ്യണമേ. ഓറൻ വാലോഹാൻ ലവൽ മിൻ ദേവേശാനേൻ പരിചാരികതന്നാത്മത്തെ സസമാധാനം കൈക്കൊള്ളുക. കന്മഷമകിലം മോചിക്ക ഇവളെ വിധിക്കരുതേ നാഥ. നിർമായൻ നീയേകന്താൻ അപരാധികളർഹിച്ചിട്. നരകത്തിനിവൾ രക്ഷിതയായി കൽപ്പന കാത്തവരോടൊപ്പം ശോഭനമണവർ പോകേണം. പാറയ്ക്കുമോ അവരുടെ മേൽ തെല്ലില്ലതിന് അധികാരവും അവകാശമതും ബലവാനാം സൃഷ്ടാവരെ വിസ്തരണം ചെയ്യും. ദൂരം സാക്ഷാലവകാശികളും സുതരും ദാസരും അവരല്ലോ. നിൻ കൈകളിൽ നിന്നവരെ വീടേകം സ്വർഗമഹാരാജ്യം. അഞ്ചേടാമരണത്തെ ഞാൻ നിദ്രാഭീതിമില്ലെന്നിൽ ദൈവം തീയിൽ നടത്തിയിടും. വിധിയോർത്തഞ്ചിടുന്നേ ഞാൻ ഭാഗ്യമോ വാഗ്ദാനത്തിൻ നാടായി സ്വർഗമഹത്വം ചാർത്തിയിടും. സോലോധ്വനി ജീവൻ നൽകി നിന്നെ വലത്തായി ചേർത്തിയിടും. കാന്തനുകാത്തോരാം കന്യാസ്ത്രീകളെ പ്രാപിക്കും സഹജേ പുനരുദ്ധാനത്തിൽ. വ്യാകുലലോകമതൻ ചിന്താ വിഷയമതായി ആദിമകാലത്തെ കെന്മാനസമോടെ സൃഷ്ടിയോർത്തൊരു ഞാൻ ബിംബിശാപത്താൽ മൃത്യുനിമിത്തം വേർപിരിയും നാൾ വരെയും നാരികളത്യധികം വ്യതയിൽ നാൾ പോക്കി വേദനയോടു സുതരെ പ്രസവിച്ചിടുന്നു. ജീവൻ പോയി പോയി വേർപിരിയും മാതാവേ നോക്കിടും ആത്മജരിൽ നെടുവേർപ്പുയരുന്നു. മായേക്കുക ദോഷം സത്യമെഴും വിധിയിൽ നാളിൽ പാടേണം. പരിശുദ്ധന്മാരോ തിവളേ സ്തുതിഗീതം. വന്നവനും വരുവോനും മൃതർക്കന്നുയരും സുരനെന്നു ശരീരാത്മാക്കൾ പാടണമേ. മക്കളിലപ്പം കൃപ ചെയ്വതുപോലെ ഹല്ലേലൂയ. ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. ബോല ബോല ബ്രോവൽ റോകാരീശോ
രാജാ ഉയരത്തിൽ നിന്നെഴുന്നള്ളി ജീവൻ മൃതരാർക്കും നൽകുന്നു. കബറുകളിൽ നീങ്ങി അവരോട് എഴുന്നേറ്റു ശരീരം ഭക്ഷിച്ചെമ്പാരം ചെയ്യുവാൻ പാതാളത്തിൽ പോകാനായി വിടാഞ്ഞ എന്നും അവൻ ജീവിപ്പാൻ അങ്ങത്തിട്ട് പ്രയേശതു ഞാൻ എന്നും കർത്ത തന്നിടുന്നു മഹത്വം അനുഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്നവനെ ഭവനത്തെ ശുശ്രൂഷ ഇവിടെ പൂർത്തീകരിക്കപ്പെടുകയാണ്. താല്പര്യം വെച്ച ഭവനത്തോടെ വിട ചൊല്ലി ദേവാലയത്തിലെ ശുശ്രൂഷകൾക്കായിട്ട് ദേവാലയത്തിലേക്ക് മൃതശരീരം എടുക്കാവുന്നതാണ്. അപ്പോൾ അടുത്ത ബന്ധുക്കൾക്ക് അന്ത്യചുംബനം നൽകി യാത്ര അയക്കാവുന്നതാണ് എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. ആർക്കെങ്കിലും ഇനിയും മൃതശരീരം കാണാൻ തക്കവണ്ണമുണ്ടെങ്കിൽ അതിനുള്ള അവസരമുണ്ട് എന്നുള്ള കാര്യം കൂടി പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. വത്സലരേ ദൂര അരികിൽ വരുവിൻ ശ്ലോമോതരുവിൻ പ്രാർത്ഥിച്ചിടുവിൻ കീർത്തനമേ പേർക്കായി പാടിടുവിൻ പ്രതിപാതാള കവാടത്തിൽ ബന്ധിച്ചെന്നെ മരണത്തിൻ ദൂത് പിറകെ വന്നപ്പോൾ ചുറ്റും വാസി തുണ ചെയ്യുവാൻ വന്നില്ലാരും വെളികൂട്ടുന്നോർക്കാൻ വെളിവാകുന്നതാ ദൈവികമാം വലഭാഗി നിർത്തണമെന്നേ വത്സലരേ സത്യം ഭയമാർന്നിടുന്നേ കഠിന ഭയത്താൽ എന്നകതാരിണകിടുന്നു ജഗദീരക്ഷകനാം മനുഷ്യാമൃതനേ കാൽവേട്ടതിനാൽ പോകുന്നേ സങ്കടപൂർവം ഭുവനനിവാസികളെ ശുഭമുടവാണിടുവേ ലോകമയന്മാർക്കില്ല ഗുണം കാലം മൂലം പോകുന്നേ നൽകാൻ എൻ്റെ കണക്കെല്ലാം സർവരഹസ്യവിധീശന്തൻ തിരുസന്നിധിയിൽ വൈരോപ്യം സമഗ സ്നേഹിതനോട് മോദി പോലെ ഖേദിപ്പിക്കും വന്നിനിൻ ഭരണം നീക്കിതരെ പ്രഭയാൽ മോദിപ്പിക്കും നാരന്ദന്യം. ശരീരം ദേവാലയത്തിലേക്ക് എടുക്കാവുന്നതാണ്.
ദേവാലയത്തിൻ്റെ പ്രധാന കുടുംബങ്ങളിൽ ഒന്നായിരിക്കുന്ന അംഗജനങ്ങളുടെ കുടുംബത്തിലെ പ്രിയപ്പെട്ട ആൻറ്റി ഈ ലോകവാസം വെടിഞ്ഞ് താൻ പ്രിയം വെച്ച ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നുപോയിരിക്കുകയാണ്. പ്രത്യേക മരണം എന്ന് പറയുന്നത് അത് എല്ലാ മനുഷ്യൻ്റെയും ജീവിതത്തിൽ സംഭവിക്കേണ്ടതായിട്ടുള്ള ഒരു സംഗതിയാണ് എന്നുള്ളത് നമുക്കറിയാം. അത് നമ്മുടെ ഉള്ളിലുണ്ടാക്കുന്ന ഒരു വിടവ് അത് നികന്നു പോകണമെങ്കിൽ പ്രാർത്ഥനയോടുകൂടി മാത്രമേ സാധിക്കുകയുള്ളൂ എന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കുക. പ്രത്യേകിച്ച് ഈ കുടുംബത്തെ സംബന്ധിച്ച് ഓർക്കുമ്പോൾ ദേവാലയത്തിൽ ഏറ്റവും ആദ്യം ഞാൻ വന്നതിന് ശേഷം ആണെങ്കിൽ കൂടി പലപ്പോഴും ഞാൻ ദേവാലയത്തിലേക്ക് വിശുദ്ധ ആരാധനയ്ക്ക് കടന്നു വരുന്നതിന് മുമ്പ് തന്നെ ഈ ദേവാലയത്തിൽ തങ്കച്ചനങ്ങൾ തന്റെ സാന്നിധ്യം ഉറപ്പിച്ചിരിക്കും. ഏറ്റവും പിറകിലായിട്ട് വന്ന് പ്രാർത്ഥനയോടുകൂടി കടന്നു വരുന്ന പ്രിയ പിതാവിനെ ഓർക്കുക. പ്രത്യേക പ്രിയ അമ്മച്ചി ഞാൻ വരുന്ന സമയത്ത് വയ്യായ്മയുടെ അവസ്ഥയിലാണ് എങ്കിൽ കൂടിയും എഴുന്നേറ്റിരുന്ന് അല്പസ്വല്പമൊക്കെ മനസ്സിലാക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതിനുശേഷം ഈ കഴിഞ്ഞ 2 വർഷക്കാലമായിട്ട് വളരെ വേദനയിലൂടെയും പ്രയാസത്തിലൂടെയുമാണ് പ്രിയദാസി കടന്നുപോയത്. മരണം എന്ന് പറയുമ്പോൾ അതിനെ പിരിച്ചെഴുതുകയാണെങ്കിൽ രണമില്ലാത്ത അവസ്ഥ, യുദ്ധമില്ലാത്ത ഒരവസ്ഥയിലേക്ക്, ഇനിയും വേദനകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒന്നുമില്ലാത്ത ഒരവസ്ഥയിലേക്ക് പ്രിയദാസി കടന്നുപോയിരിക്കുന്നു എന്നുള്ളത് നമുക്ക് സന്തോഷത്തിന് ഇട നൽകുന്ന സംഗതിയായിരുന്നു. പ്രത്യേക കർത്താവിൻ്റെ 2ാമത്തെ എഴുന്നള്ളത്തിൽ അവൻ്റെ വിശുദ്ധന്മാരോടൊപ്പം പ്രിയദാസിയും ഒത്തൊരുമിച്ച് നമുക്കും ദൈവത്തെ സ്തുതിക്കാതെ കൊണ്ടുള്ള കൃപകൾ ലഭിക്കട്ടെ എന്നുള്ളത് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇടവകയുടേതായിട്ടുള്ള അനുശോചനം പ്രത്യേകമായിട്ട് രേഖപ്പെടുത്തുകയാണ്. പ്രത്യേക ഇടവകയുടെ സെക്രട്ടറി മിസ്റ്റർ വർഗീസ് വൈദ്യൻ ഇപ്പോൾ ഇടവകയ്ക്ക് വേണ്ടിയിട്ട് ബൊക്കെ സമർപ്പിക്കും. പ്രത്യേക ഇടവകയുടെ പ്രാർത്ഥനാ യോഗത്തെ സംബന്ധിച്ച് പ്രാർത്ഥനാ യോഗത്തിൻ്റെ ഒഴിച്ചുകൂടാനാകാത്ത ഒരു ഭാഗമാണ് ബഹുമാനപ്പെട്ട തങ്കച്ചനങ്ങൾ. എല്ലാ പ്രാർത്ഥനാ യോഗങ്ങൾക്കും അത് എത്ര ദൂരെയാണെങ്കിൽ കൂടിയും കൃത്യമായിട്ട് കടന്നു വരികയും അച്ഛന്മാരുടെ പ്രസംഗത്തിന് ശേഷം ഒരു അല്പസമയമെങ്കിലും ദൈവവചനത്തിൽ ഊന്നി തനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ പഠിപ്പിക്കാൻ തക്കവണ്ണം പ്രത്യേകമായിട്ട് ബഹുമാനപ്പെട്ട വൈതങ്കച്ചനങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. പ്രാർത്ഥനാ യോഗത്തിൻ്റെതായിട്ടുള്ള അനുശോചനം ഇപ്പോൾ രേഖപ്പെടുത്തുകയാണ്. പ്രാർത്ഥനാ യോഗത്തിൻ്റെ സെക്രട്ടറി MJ വർഗീസ് അങ്കിള് ഇപ്പോഴൊക്കെ സമർപ്പിച്ചുകൊണ്ട് ഒരു വാക്ക് അനുശോചനം രേഖപ്പെടുത്തും. എനിക്ക് ആൻറ്റീന 1982 മുതൽ പരിചയമാണ്. 1970 വർഷമാണ് ഈ ആൻറ്റിയുടെയും അങ്കിളിൻ്റെയും കല്യാണം ഈ പള്ളിയിൽ വെച്ച് നടന്നത്. സക്രിയാച്ചനായിരുന്നു അന്ന് കൂദാശ നടത്തിയത്. ഒരു തലമുതിർന്ന അംഗവും. ഈ പള്ളിയിൽ 8 മണിക്ക് പ്രഭാത നമസ്കാരം ആരംഭിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഈ ആൻറ്റി പള്ളിയിൽ വരുമായിരുന്നു. ഞങ്ങളെല്ലാം വരുന്നതിന് മുമ്പ് ഈ പള്ളിയിൽ വന്ന് സന്നദ്ധമായിരിക്കും. ഞങ്ങൾക്കൊക്കെ ഒരു പ്രയോജനമായിരുന്നു. ഇത്രയും ദൂരത്തുനിന്ന് വന്ന്, അന്ന് അവർ താമസിച്ചുകൊണ്ടിരുന്നത് ബോയ്സ് കമ്പനിയിലായിരുന്നു. ആ ദൂരത്തുനിന്ന് ഇവിടെ വന്നു ബസ് പിടിച്ച് കഷ്ടപ്പെട്ട് ഇവിടെ വന്നു. ഏറ്റവും ആദ്യം വന്ന് ഈ കുറുവായിൽ സംബന്ധിക്കുന്ന ഒരമ്മച്ചിയായിരുന്നു ലില്ലി ആൻറ്റി. ഞാൻ ലില്ലി ആൻറ്റി എന്ന് വിളിക്കാം. 85 മുതൽ MH എനിക്കൊരു ഷോപ്പുണ്ടായിരുന്നു. അപ്പോൾ MH ആൻറ്റി ജോലി ചെയ്യണമായിരുന്നു, മിലിറ്ററി ഹോസ്പിറ്റൽ. അന്നു മുതലുള്ള പരിചയമാണ് എനിക്ക് ആൻറ്റിയുമായിട്ടും ഈ അംഗങ്ങളുമായിട്ടും. ഞങ്ങൾ ട്രസ്റ്റി ആയിരുന്ന സമയത്ത് ഞാൻ സെക്രട്ടറി ആയിരുന്ന സമയത്ത് ട്രസ്റ്റി ആയിട്ടും ഞങ്ങളിങ്ങനെ മാറി മാറി വർഷങ്ങളോളം ഇരുന്നിട്ടുണ്ട്. ഒരു തലമുതിർന്ന അംഗമാണ് ഈ പള്ളിയുടെ ഇടവകയുടെ.
ഈ ആൻറ്റി പോയത് ഞങ്ങൾക്കൊരു തീരാ നഷ്ടമാണ്. മലയാളം കുറച്ച് അറിയുന്നതോടുകൂടി എല്ലാം പഠിച്ചെടുത്തു. ഈ നമസ്കാരങ്ങളെല്ലാം പഠിച്ചെടുത്ത ബുക്ക് നോക്കി എല്ലാം വായിക്കും. ഞങ്ങൾക്കെല്ലാം പ്രചോദനമാവും തീർവത്തവണ്ണം ആൻറ്റി ഞങ്ങൾക്ക് വേണ്ടി ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ മക്കളായാലും ശരി, മിനിയും എൻ്റെ മകളും എല്ലാം ഒന്നിച്ച് ഒരേ ഏജ് ഗ്രൂപ്പാണ് അവരെല്ലാം. അന്ന് മുതൽ മിനിയും ജോൺസണും അപ്പുവും എല്ലാം ഈ പള്ളിയുടെ മെമ്പറായിരുന്നു ആ കാലഘട്ടങ്ങളിൽ. ഇവരെല്ലാവരും ഞാൻ ഓർക്കുന്നു. ഇവരോടുള്ള ആൻറ്റിയോടുള്ള കടപ്പാട്, ഈ പള്ളിയുടെ ഈ പ്രാർത്ഥന യോഗത്തിൻ്റെ സെക്രട്ടറി എന്ന നിലയ്ക്ക് ഞാൻ കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊള്ളുകയാണ്. താങ്ക് യു. വർഗീസുകളുടെ നല്ല വാക്കുകൾക്ക് നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ്. പ്രത്യേക ഇടവക യുവജന പ്രസ്ഥാനത്തിൻ്റെ പേരിലുള്ള ഒക്കെ ഇപ്പോൾ ബിൻസുവും ജോയലൂടെ ചേർന്ന് വെക്കുന്നത്. മർത്തമറിയം വനിതാ സമാജത്തിൻ്റെ പേരിലുള്ള ഒക്കെ സെക്രട്ടറി ട്രഷററോട് ചേർന്ന് പറയുന്നത്. അനുശോചനം രേഖപ്പെടുത്തുവാനായിട്ട് കടന്നു വന്നിരിക്കുന്ന എല്ലാവരുടെയും പേരിലുള്ള അനുശോചനം പ്രത്യേക ഈ കുടുംബാംഗങ്ങളെ അറിയിക്കുകയാണ്. ആർക്കെങ്കിലും കാണുവത്തക്കവണ്ണം മൃതശരീരം കാണുവത്തക്കവണ്ണം ഉണ്ടെങ്കിൽ അതിനുള്ള അവസരം ഇപ്പോൾ ഉണ്ടാകും എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. ശുശ്രൂഷ ആരംഭിക്കുവാനൊക്കെ പോവുകയാണ്. ശുശ്രൂഷ ആരംഭിച്ചതിന് ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമോ ഒന്നും ഉണ്ടാകാനൊക്കെ ഇടയാകരുത് എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. ദേവാലയത്തിലെ ശുശ്രൂഷ പൂർത്തീകരിച്ച് കോഫിംഗ് ബോക്സ് അടച്ചതിന് ശേഷമായിരിക്കും സെമിത്തേരിയിലേക്ക് കൊണ്ടുപോവുക. അതുകൊണ്ട് ആർക്കെങ്കിലും കാണാത്തക്കവണ്ണം ഉണ്ടെങ്കിൽ അതിനുള്ള അവസരം ദേവാലയത്തിൽ വെച്ച് തന്നെ ഉണ്ടാകും. മുഖം മൂടുന്നതിന് മുമ്പ് തന്നെ അതിനായിട്ട് അവസരം ഒരുക്കുന്നതാണ് എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. പ്രത്യേകം ഒരിക്കൽ കൂടി ശുശ്രൂഷ സഹായമേത്ത് വഹിക്കുന്ന അച്ഛനച്ഛനെ ഇടവകയിലേക്ക് സ്വാഗതം ചെയ്യുകയും ശുശ്രൂഷ ആരംഭിക്കാൻ തക്കവണ്ണം പോവുകയും ചെയ്യുകയാണ്. എല്ലാവരും നേരിടുന്ന ശുശ്രൂഷ ദൈവമായ കർത്താവേ, താൽക്കാലിക ജീവിതത്തിൽ നിന്ന് വേർപെട്ട് ഈ അർത്ഥലോകത്തിൽ നിന്ന് അകപ്പെട്ടിരിക്കുന്ന ഈ ആത്മാവ് ആശ്വാസവും സന്തോഷവും വാങ്ങുന്ന സ്ഥലങ്ങളിലേക്ക് ഉയർന്ന ദിവസം വരെ ഇതിന്റെ പരിശുദ്ധമാരാകമാരെ വഴി നിർത്തപ്പെടുവാൻ സന്നിധിയാക്കണമേ. പിതാവ് പുത്രനും പരിശുദ്ധമായുള്ളവേ, ഈ ആത്മാവ് പ്രസന്നാനന്ദത്തോടുകൂടെ അവിടെ നിൽക്കുമാറാകണമേ. ആത്മാക്കളുടെ സൃഷ്ടിതാവും ശരീരങ്ങളുടെ പിതാവും നിർമ്മിതമായവരുടെ ശരണവും സൃഷ്ടികളുടെ പ്രത്യാശയും കവർടക്കപ്പെട്ടവരുടെ പുനരുദ്ധാനവും വാങ്ങിപ്പോയുടെ ഗർഭവും ദുഃഖിച്ചിരിക്കുന്നവരുടെ ആശ്വാസവും വിഷാദിച്ചിരിക്കുന്നവരുടെ ആഹ്ലാദവും വിലാപത്തിലിരിക്കുന്നവരുടെ സന്തോഷവും മനോവേദനയിലിരിക്കുന്നവരുടെ ധൈര്യവുമായ കർത്താവിനെ സ്തുതി. തന്റെ ദാസിയുടെ സംസ്കാര ശുശ്രൂഷയുടെ 4 ദശമിഷത്താൽ വഹിക്കപ്പെടുന്ന സമയത്തും സകല നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും അടിയങ്ങളായ ദിവസങ്ങളൊക്കെയും സ്തുതിയും ബഹുമാനവും ആരാധനയും തനിക്ക് യോഗ്യമാകുന്നു. ബുദ്ധ
തടയുവാനും മനുഷ്യ സംഹാരകനായ മഹാസർപ്പത്തെ കൊല്ലുവാനുമായിട്ട് യേശുമിശിഹായ എന്ന നിന്റെ വത്സലപുത്രനെ ലോകത്തിലേക്ക് നീ അയക്കുകയും താല്പര്യമുള്ള സകല ആത്മാക്കൾക്കും രക്ഷയും മരണമില്ലായ്മയും പ്രസംഗിക്കുകയും ചെയ്തു. നിന്റെ കൽപ്പനപ്രകാരം ക്ലേശപൂർണ്ണമായി ലോകത്തിൽ നിന്ന് ശ്രേഷ്ഠവും അനശ്വരവുമായ ലോകത്തിലേക്ക് ഞങ്ങൾ ഐക്യപ്പെടുന്നു. കർത്താവും ഇരുക്കർമ്മങ്ങൾക്കും അധികാരിയുമായുള്ളവേ, ഈ താൽക്കാലിക ജീവിതമാകുന്ന പരദേശമാകുന്ന വേർപെട്ട് യാത്രയായിരിക്കുന്ന ഈ നിന്റെ ദാസിയുടെ ശവസംസ്കാര ശുശ്രൂഷയുടെ സമയത്ത് തിരുസന്നിധിയിൽ ഞങ്ങൾ അപേക്ഷയും പ്രാർത്ഥനയും സമർപ്പിക്കുന്നു. ഇവിടെ നിന്ന് യാത്രയാക്കി സ്വർഗീയ ഭവനങ്ങൾ വിസർജിക്കുന്നവരായ സമാധാന മാലാഖമാർ മൂലം നിന്റെ ദാസിയുടെ ആത്മാവിനെ നീ കൈക്കൊള്ളണമേ. കർത്താവേ, ദുഷ്ടാത്മാക്കളുടെ പിടിയിൽ നിന്ന് നിന്റെ ദാസിയുടെ ആത്മാവിനെ രക്ഷിച്ചുകൊള്ളണമേ. ആ എതിരാളിയുടെ ബന്ധനത്തിൽ നിന്ന് അതിനെ ഉണർത്തണമേ. തിരുനാമത്തിനും തിരുവിഷ്ടം ആചരിക്കുന്നവരുമായി വിളിച്ചു തീർക്കുന്നത് പോലെയുള്ള സേനകൾ നിന്റെ ദാസിക്കും ലഭിക്കുമാറാകണമേ. നിന്റെ മനുഷ്യപ്രീതിയാൽ നിന്റെ ദാസിയുടെ പാപങ്ങൾ പൂർണ്ണമായി പരിഹരിക്കണമേ. തെറ്റുകളെ നിന്റെ ദയാൽ പൂർണ്ണമായി ക്ഷമിക്കുകയും ചെയ്യണമേ. നിന്റെ ദാസിയുടെ യാത്രയ്ക്ക് നിന്റെ സഹായം പരസ്യമായി അയച്ചു കൊടുക്കണമേ. കൃപാപൂർണമായ വലങ്ങളിൽ നിന്റെ ദാസിക്ക് നീട്ടിക്കൊടുത്ത് രണ്ടാം മരണമാകുന്ന ശിലയിൽ നിന്ന് ഉദ്ധരിച്ചു കൊള്ളണമേ. അദൃശ്യമായ നിന്റെ ശക്തിയാൽ സഹായിക്കണമേ. പിശാചുകളുടെ ഭയങ്കരമായ ഒളിവിടങ്ങളിൽ നിന്ന് നിന്റെ ദാസിയെ രക്ഷിച്ചു കൊള്ളണമേ. നിന്റെ ദാസിയുടെ പ്രമാണ ലംഘനങ്ങൾക്ക് തക്കപോലെ നിന്റെ ദാസിയെ വിധിക്കരുതേ. തിരുസന്നിധിയിൽ സർവ്വരും കുറ്റക്കാർ തന്നെയാണല്ലോ. കർത്താവേ, ഞങ്ങളുടെ സ്വാഭാവികമായ ദുർബലതയിൽ കനിവ് തോന്നണമേ. ഞങ്ങളെ വിളിക്കപ്പെട്ടിരിക്കുന്നതായ തിരുനാമത്തെ നിന്റെ മഹാകരുണയിൽ ഞങ്ങളുടെ ദാസിയെ ഓർക്കണമേ. ഞങ്ങളുടെ വർഗത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ഉണ്ടായ നിന്റെ ഏകപുത്രന്റെ കഷ്ടാനുഭവങ്ങൾ നിന്നോട് അപേക്ഷിക്കുമാറാകണമേ. നിന്റെ ഹൃദയം കരുണയും നിന്റെ ദാസിയും പ്രവർത്തിക്കുമാറാകണമേ. ഇവൾ വിശ്വസിച്ചതായ ജയമുള്ള ശ്രീമാന്റെ ദാസിക്ക് വിശുദ്ധന്മാരുടെ സമൂഹത്തിൽ വസിപ്പിക്കുന്ന പ്രകാശസ്തംഭമായി ഭവിക്കുമാറാകണമേ. ഞങ്ങളുടെ വംശശത്രുവായ സാത്താൻ തന്റെ ദുഷ്ടമായ ആഗ്രഹം നിറവേറാതെ രചിച്ച പ്രവർത്തകമാണ് നിന്റെ കരുണ നിന്റെ ദാസിയിൽ ഉണ്ടാകുമാറാകണമേ. കർത്താവേ, തിരുനാമ ഭക്തന്മാർക്കുള്ള അനുഗ്രഹീത ഭവനങ്ങളിൽ എത്തുന്നതുവരെ നിന്റെ ദാസിക്ക് കോട്ടയും മലയായി കാവൽക്കാരൻ സഹായിയായിരിക്കണമേ. അവിടെ ആദ്യതെല്ലാം തായന്റെ മഹിമയിൽ നിന്റെ ദാസി ആനന്ദിക്കുമാറാകണമേ. അബ്രഹാമിന്റെ വഴിയിൽ വിശ്രമിച്ചുകൊണ്ട് എല്ലാ ദുഃഖങ്ങളും ക്ലേശങ്ങളും കഷ്ടതകളും വിസ്മരിക്കുവാൻ നിന്റെ ദാസിക്ക് സന്നദ്ധിയാക്കണമേ. കർത്താവേ, നിന്റെ ആരാധകരായ ഞങ്ങളെല്ലാവരെയും അവയ്ക്കെല്ലാം യോഗ്യരാക്കി തീർക്കണമേ. വെളിപ്പെട്ടതും ആനന്ദകരവും പാപരഹിതവുമായ ജീവിതത്താൽ അന്ധകാരത്തിന്റെ ദുഷ്ടസേനകൾക്ക് വിധേയമാകാത്ത സമാധാനപരമായ നിര്യാണം ഞങ്ങളെ അനുഭവിക്കുകയാകണമേ. കർത്താവേ, കരുണാദൃഷ്ടിയാൽ ഞങ്ങളെ കടാക്ഷിച്ച് വിലപിച്ചിരിക്കുന്നവരെ ആശ്വസിപ്പിക്കുകയും ദുഃഖിച്ചിരിക്കുന്നവരെ ധൈര്യപ്പെടുത്തുകയും മ്ലാനഭദ്രരായിരിക്കുന്നവർക്ക് മുഖപ്രസവം നൽകുകയും ചെയ്യണമേ. നിന്നെ സ്തുതിക്കുന്ന ഏവർക്കും ഏത് സ്ഥാനത്തും അവരവന്റെ ആവശ്യാനുസരണം നീ ജന്മപ്രത്യാശയമായിരുന്നുകൊണ്ട് അവരുടെ മുഖത്ത് കണ്ണീരും ദുഃഖവും നീക്കി കളയണമേ. കർത്താവേ, നിന്റെ മശിഹായുള്ള പ്രത്യാശയെ മുമ്പ് കൂട്ടി നിന്റെ അടുക്കലേക്ക് യാത്ര പുറപ്പെട്ടവരും ശ്രേഷ്ഠവും മഹനീയവുമായ അവിടുത്തെ പ്രത്യക്ഷതയെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവരുമായ ഞങ്ങളുടെ എല്ലാ മാതാപിതാക്കൾക്കും സഹോദരി സഹോദരങ്ങൾക്കും ഗുരുക്കന്മാർക്കും ഞങ്ങളെല്ലാവരെയും ഉപചരിക്കുന്ന ഭാഗ്യകരമായ ഭവനങ്ങളിൽ വിശുദ്ധന്മാരോടുകൂടിയുള്ള ആശ്വാസം നൽകണമേ. ആ പ്രത്യക്ഷതയിൽ രചാരഹിതമായ പ്രസന്ന ഗുണങ്ങളോടുകൂടി ദൈവക്കുവാൻ ഞങ്ങൾ കാത്തിരിക്കുന്നു. കർത്താവേ, മുമ്പ് പ്രാപിച്ചവരും ഇവിടെ അവശേഷിക്കുന്നവരുമായി ദക്ഷിണരും അവിടുത്തെ കർത്തൃത്വത്തിന്റെ ദാസനുമായ ഞങ്ങളെല്ലാവരും ആദ്യമില്ലാത്തതിന്റെ രാജ്യത്തിൽ ഗ്രഹണാതീതവുമായ നാമത്തെ നിന്റെ ഏകോത്തരങ്ങി നിന്റെ പരിശുദ്ധരുമായി സ്തുതിച്ചു പുകഴ്ത്തുവാൻ യോഗ്യരായി തീരണമേ. ഓശോ ദൈവങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും എന്ന് വന്നേക്കും നൽകിക്കൊള്ളുമാറാകട്ടെ. വേഗം വന്നെത്തിയിടണം മുൻപിൽ എൻ ജീവാന്യമടക്കുമ്പോൾ എന്നാത്മാവിൻ കർമ്മങ്ങൾ പ്രതിദാനം തേടിടുമ്പോൾ തുണയാകിൽ എന്റെ തങ്ങൾ പൊന്നിനു വിലയില്ലവിടെങ്ങും അങ്ങേ
വേണ്ടി നിന്നോട് അപേക്ഷിക്കുകയും ചെയ്യുന്നു. പിശാചുകളുടെ കഠിനബന്ധനങ്ങളിൽ നിന്നും അന്തരീക്ഷവാസികളും അദൃശ്യമായ ശത്രുക്കളുടെ ദൃശ്യഘടകങ്ങളിൽ നിന്നും ഈ ആത്മാവ് രക്ഷിക്കപ്പെടുമാറാകണമേ. ഞങ്ങളുടെ കർത്താവ് നിന്റെ ദൈവമേ, ഈ ആത്മാവ് യാത്ര ചെയ്ത അതിന്റെ വിശുദ്ധന്മാരുടെ ആലയങ്ങളിലും ജീവനുള്ളവരുടെ പട്ടണങ്ങളിൽ ചെന്ന് ചേരുവാൻ ഞങ്ങളിലുള്ള നിന്റെ മഹാകർമ്മം സംഗതിയാക്കുകയും ചെയ്യണമേ. മസിഹാരാജാവേ ശോകം ക്ലേശം ശാശ്വത ജീവസ്ഥാനത്തിൽ പരിശുദ്ധന്മാരോടൊപ്പം ദസമകൾക്കാശ്വാസം മംഗളപൂർവം നൽകേണം പറയുമോ. നാം ദൈവാത്മജനായിടാൻ വാഴ്ചയിലോ ഉപദേശിച്ചോരാം ജനകന്മാരെ ഓർക്കേണം. ദൈവനോജൻ സ്വർഗത്തിൽ ആശ്വാസം പുണ്യാത്മാക്കൾക്കൊപ്പമവർ കേടട്ടെ. സഹോദരമായി പ്രത്യാശയില്ലാത്ത മറ്റാളുകളെ പോലെ നിത്യപ്രാവശ്യങ്ങളെ കുറിച്ച് നിങ്ങൾ ദുഃഖിക്കരുതെന്ന് അറിഞ്ഞുകൊള്ളുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ യേശു മരിക്കുകയും പുനരുദ്ധാനം ചെയ്യുകയും ചെയ്തു നാം വിശ്വസിക്കുന്നുവെങ്കിൽ അപ്രകാരം തന്നെ ദൈവം യേശു ഉൾപ്പെട്ട മരിച്ചുപോയവരെയും അവനോടുകൂടി കൊണ്ടുവരും. നമ്മുടെ കർത്താവിന്റെ വരവെങ്കിൽ ജീവനോടെ ശേഷിക്കുന്നതായ നമുക്ക് നിത്യപ്രാവശ്യത്തെ പിന്തുടരേണ്ടി വരികയില്ലെന്ന കർത്താവിന്റെ വചനം കൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് പറയുന്നു. നമ്മുടെ കർത്താവ് പ്രധാന മാലാഖയുടെ നടപടി
ശബ്ദം ദൈവത്തിന്റെ കാഹളധ്വനി ഇവയോടുകൂടി സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വരും. അപ്പോൾ മശീഹായിൽപ്പെട്ടവരായ മനുഷ്യർ ആദ്യമേ ഉദ്ധാനം ചെയ്യും. പിന്നെ ജീവനോട് ശേഷിക്കുന്നവരായ നാം അവരോടുകൂടി ഒരുമിച്ച് അന്തരീക്ഷത്തിൽ കർത്താവിനെ എതിരേൽപ്പാനായിട്ട് മേഘങ്ങളിൽ എഴുന്നേൽക്കപ്പെടും. അങ്ങനെ എല്ലായ്പ്പോഴും നാം നമ്മുടെ കർത്താവിനോട് ഒരുമിച്ച് സ്ഥിതി ചെയ്യുകയും ചെയ്യും. ആകയാൽ ഈ വചനങ്ങൾ പോലെ പരസ്പരം ആശ്രയിച്ചുകൊള്ളുകയും മഹായി പാർക്കുന്നു. ബാറക്കുമോർ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവോടുകൂടെ ജീവൻ നൽകുന്ന പ്രഖ്യാപനമായ നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ വിശുദ്ധ എവൻഗേലിയോൻ ലോകത്തിന് ജീവനും രക്ഷയും ഘോഷിക്കുന്ന വിശുദ്ധനായ മത്തായി സ്ലീഹ എഴുതിയ രക്ഷാസവിശേഷത്തിൽ നിന്ന് വിശുദ്ധ കന്യക മറിയാമെന്ന ശരീരം ധരിച്ച ദൈവത്തിന്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതാവുമായ യേശുമിശിഹായുടെ മനുഷ്യാവതാര കാലത്ത് ഇവയും പ്രകാരം സംഭവിച്ചു. ചെയ്തു. വീണ്ടും സ്വർഗരാജ്യം മണവാളന്റെയും മണവാട്ടിയുടെയും എതിരേൽപ്പിനായിട്ട് ദീപേഷ്ടികൾ എടുത്തുകൊണ്ട് പുറപ്പെട്ട 10 കന്യകമാർക്ക് സദൃശ്യമായിരിക്കും. അവരിൽ 5 പേർ ബുദ്ധിമതികളും 5 പേർ ബുദ്ധി കുറഞ്ഞവരുമായിരുന്നു. ബുദ്ധി കുറഞ്ഞവർ തങ്ങളുടെ ദീപേഷ്ടികളെ എടുത്തു, എണ്ണ കൂടെ എടുത്തില്ല. ആ ബുദ്ധിമതികളാകട്ടെ തങ്ങളുടെ ദീപേഷ്ടികളോടുകൂടി പാത്രങ്ങളിൽ എണ്ണയും എടുത്തു. മണവാളൻ താമസിച്ചതുകൊണ്ട് അവരെല്ലാവരും വന്നിച്ചുടങ്ങി. അർദ്ധരാത്രിക്ക് ഇതാ മണവാളൻ വരുന്നു, അവന്റെ എതിരേൽപ്പിന് പുറപ്പെടുകയെന്ന് ആർപ്പുവിളിയുണ്ടായി. അപ്പോൾ ആ കന്യകമാരെല്ലാവരും എഴുന്നേറ്റ് തങ്ങളുടെ ദീപേഷ്ടികളെ തെളിയിച്ചു. ആ ബുദ്ധിഹീനകൾ ബുദ്ധിമതികളോട്, ഇതാ ഞങ്ങളുടെ ദീപേഷ്ടികൾ കെട്ടുപോയത് കൊണ്ട് നിങ്ങളുടെ എണ്ണയിൽ നിന്ന് കുറെ ഞങ്ങൾക്ക് തരിക എന്ന് പറഞ്ഞു. ആ ബുദ്ധിമതികൾ മറുപടിയായിട്ട്, ഞങ്ങൾക്ക് നിങ്ങൾക്കും മതിയാകാതെ വന്നേക്കാം, നിങ്ങൾ കച്ചവടക്കാരുടെ അടുക്കൽ പോയി വാങ്ങുകയെന്ന് പറഞ്ഞു. അവർ വാങ്ങുവാൻ പോയപ്പോൾ മണവാളൻ വന്നു. ഒരുങ്ങിയിരുന്നവർ അവനോടുകൂടി വിരുന്നുശാലയിൽ പ്രവേശിച്ചു. വാതിൽ അടയ്ക്കപ്പെടുകയും ചെയ്തു. ഒടുക്കം ആ മറ്റേ കന്യകമാരും വന്ന്, പ്രഭു പ്രഭു ഞങ്ങൾക്കും വാതിൽ തുറന്നു തരണമേ എന്ന് പറഞ്ഞു. അവൻ ഉത്തരമായിട്ട് അവരോട്, നിങ്ങളെ ഞാൻ അറിയുന്നില്ല എന്ന് സത്യമായി നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. ആയതുകൊണ്ട് ആ ദിവസത്തെയും ആ സമയത്തെയും നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തതിനാൽ ജാഗരൂകനായിരിപ്പീരെന്ന് താൻ കൽപ്പിച്ചരുളി ചെയ്തു. നിങ്ങൾക്കെല്ലാവർക്കും സംപ്രീതി ഉണ്ടായിരിക്കട്ടെ. നാം എല്ലാവരും ദുഃഖത്തോടും സങ്കടത്തോടും കൂടെ യോഗ്യമായതുകൊണ്ട് ദൈവത്തിന് പ്രീതികരമായ ശബ്ദത്തിൽ കുറിയലായ സോനെന്ന് ഏറ്റു ചൊല്ലണം. മരണമുള്ളതായ ഞങ്ങളുടെ വർഗത്തിന്റെ യഥാർത്ഥ ജീവനാഥ നമസ്കാരമില്ലാതെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. സത്യവിശ്വാസത്തോടുകൂടി നിദ്ര പ്രാപിച്ചവരും നിന്റെ കരുണയ്ക്കായി വാഞ്ചിച്ചുകൊണ്ടിരിക്കുന്നവരുമാകുന്ന എല്ലാവർക്കും വേണ്ടി നിന്റെ കരുണയും പാപമോചനവും അവർക്ക് നൽകപ്പെടുവാനായി ഞങ്ങൾ അപേക്ഷിക്കുന്നു.
പാപത്തെയോ തഞ്ചുന്നേ ഈ പ്രാർത്ഥനയാൽ ഞാൻ നേടും പെൺകോരേരുടെ സംരക്ഷ ഭാഗ്യമോ. പുണ്യം ചെയ്തോളം ദാസി ശ്ലോമോനൽ ഞാൻ വന്നിടും ഈറേമാർ പറുദീസായിൽ നിർമ്മലമാം നിന്നാത്മത്തെ പുകിക്കും സന്തോഷിക്കും ധാർമ്മികരോ പന്നീവാനിൽ. ദേവേശായന്മാർഗത്തിൽ കൂട്ടായി നിന്ന സ്ലീബായാലൻ ജീവൻ കാത്തേടണം കർത്താവേ ന്യായതീർപ്പിൽ സീപാവേ മോഷ്ടാവേ പോലം ലെന്നേവാ
തന്റെ ദൈവിക കൽപ്പനയാലും ഗർഭത്തിന്റെ പ്രകാരവും ഈ ദാസിയെ താൽക്കാലിക ജീവിതത്തിൽ യാത്രയാക്കിയ ദൈവമായ കർത്താവേ, തിരുസന്നിധിയിൽ നിന്ന് സ്വർഗീയ സഹായം നമുക്ക് അയച്ചു കൊടുക്കണമേ. ഇവളുടെ ശരീരത്തിൽ വീഴ്ത്തപ്പെടുന്ന ഈ തൈലമുഖാന്തരം ഓയാൽ പതിയിരുന്ന മനുഷ്യാത്മാക്കളുമായി പോരാട്ടം നടത്തുന്ന പ്രതികൂല സൈന്യങ്ങളിൽ നിന്നും ശത്രുവിന്റെ പാളയങ്ങളിൽ നിന്നും നിന്റെ ദാസി രക്ഷപ്പെടുമാറാകണമേ. പ്രകാശഭവനങ്ങളും വിശുദ്ധന്മാരുടെ കൂടികളാനത്തിലേക്ക് ദാസിയാനേക്കുകയും ചെയ്യണമേ. ഇവൾ സന്തോഷത്തോടും ആനന്ദത്തോടും കൂടി നിനക്ക് നിന്റെ പിതാവിന്റെ പരിശുദ്ധമായിരിക്കും സ്തുതി പാടുകയും ചെയ്യുമാറാകണമേ. പ്രയത്നങ്ങളിൽ നിന്നുള്ള വിശ്രമത്തിനും യുദ്ധങ്ങളിൽ നിന്നുള്ള സംരക്ഷണത്തിനും വിശുദ്ധന്മാരോടുകൂടെ ആനന്ദത്തിനുമായി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ നിത്യജീവന് വേണ്ടി തൈലം ഒഴിക്കപ്പെടുന്നു. നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് തന്നെ തിരികെ ചേരും, വീണ്ടും നവീകരിക്കപ്പെടുകയും ചെയ്യുമെന്ന് ചെയ്ത പ്രകാരം കർത്താവേ, ഇതാ തിരുവിഷ്ടം നിന്റെ ദാസികളിൽ നിറവേറിയിരിക്കുന്നു. കർത്താവിന്റെ ഭവനത്തിലേക്ക് നാം പോകുന്നു എന്ന് അവർ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. നിങ്ങളിൽ നിന്ന് പ്രിയരെ പിരിയുന്നേ, സ്വീകരണം ഞാൻ നേടാനർത്ഥിക്കുകയും കാലുകളുടെ മാതൃകളിൽ നിൽക്കുന്നു. നീ മൃതരായോ കുയിലേകുമ്പോഴേ അവിടെ ഗോത്രങ്ങൾ കർത്താവിന്റെ ഗോത്രങ്ങൾ തന്നെ ഇസ്രായേലിന്റെ സാക്ഷ്യത്തിനായ കർത്താവിനെ സ്തോത്രം ചെയ്യുവാൻ പ്രേരിപ്പിച്ചിരുന്നു. മൃതിയെ കഷ്ടം, സാത്താനെ കഷ്ടം, നിങ്ങളുടെ മരണം മശിഹായിരിക്കും. അവിടെ ന്യായസനങ്ങൾ താമിരിക്കലത്തെ ന്യായസനങ്ങൾ തന്നെ ചെയ്യുന്നു. മൃതജീവനെ ഈശോ രാജാവേ, മൃതർക്കയിൽ ജീവൻ തിരുവിഷ്ണം. സഭയും സുതരും വിശുദ്ധരുമായി സ്തുതിഗീതത്തോടൊത്തു വണങ്ങിയും ഇരുളോ
ദേവാലയത്തിൻ്റെ ഒരു പ്രമുഖ കുടുംബം എന്നുള്ള നിലയിൽ കടന്നു വന്ന് ഇവരെ ആശ്വസിപ്പിക്കുകയും ഇന്നലെയും ഇന്നുമൊക്കെ ആയിട്ട് ഭവനത്തിലെ പ്രാർത്ഥനയ്ക്കും മറ്റും നേതൃത്വം നൽകുകയും ചെയ്തിട്ടുള്ള എല്ലാ ഇടപാടുകളോടുള്ള നന്ദി ആദ്യമേ തന്നെ പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ്. പ്രത്യേക ഇവരുടെ ബന്ധുമിത്രാദികളായി കടന്നു വന്നിരിക്കുന്നവർ നാട്ടിൽ നിന്നും കേരളത്തിൽ നിന്നുമൊക്കെ കടന്നു വന്നവരുണ്ട്. പ്രത്യേക കൃത്യസമയത്ത് തന്നെ അവർ കടന്നു വന്ന് പ്രിയദാസിയെ യാത്രയക്കുന്ന കോണം ഇവിടേക്ക് കടന്നു വന്നിട്ടുണ്ട്. അവരോടുള്ള നന്ദിയും സ്നേഹവും ഈ ഭവനാംഗങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് ഇപ്പോൾ അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ രാഷ്ട്രീയ സാംസ്കാരിക നേതാക്കൾ അങ്ങനെ ചുറ്റുപാടുമുള്ള ബന്ധുമിത്രാദികൾ കൂട്ടുകാർ അങ്ങനെയുള്ളവരൊക്കെയും കടന്നു വന്ന് ആശ്വാസ വാക്കുകൾ അറിയിച്ചിട്ടുണ്ട്. എല്ലാവരോടുള്ള നന്ദി പ്രത്യേകമായിട്ട് ഭവനത്തിന് വേണ്ടിയിട്ട് അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ മുൻവികാരിമാർ അവരുടേതായിട്ടുള്ള അനുശോചനങ്ങൾ പ്രത്യേകമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേക ബഹുമാനപ്പെട്ട അജിനച്ചൻ ഇതിപ്പോൾ സെന്റ് മേരീസ് ദേവാലയത്തിൻ്റെ ഇപ്പോഴത്തെ വികാരിയാണ്. കടന്നു വന്ന ഈ ദേവാലയത്തിൽ നമ്മളോടൊപ്പം ഭവനത്തിലെയും ദേവാലയത്തിലെ ശുശ്രൂഷകർക്ക് സഹകാരിത്വം വഹിച്ച് പ്രത്യേക അനുഗ്രഹിക്കുകയുണ്ടായി. അച്ഛനോടുള്ള നന്ദി സ്നേഹവും ഭവനാംഗങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രത്യേക അറിയിക്കുകയാണ്. തിരുപ്പൂർ ദേവാലയത്തിൻ്റെ മുൻ വികാരിയായിരുന്ന എം തരകനച്ചൻ അച്ഛൻ്റെ അനുശോചനം പ്രത്യേകമായിട്ട് അറിയിച്ചിട്ടുണ്ട്. ഈ അമ്മച്ചി രോഗക്കിടക്കയിലായിരുന്ന ദേവാലയം പ്രത്യേക ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്ന സമയത്ത് അച്ഛൻ ഇവിടേക്ക് കടന്നു വരികയും പ്രത്യേക പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അച്ഛൻ്റെ കുടുംബത്തിൻ്റെ അനുശോചനം പ്രത്യേകമായിട്ട് ഇപ്പോൾ രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ ബൊക്കകൾ സമർപ്പിച്ച വിവിധ പ്രസ്ഥാനം, പ്രാർത്ഥനാ യോഗം, മർത്തമറിയ വനിതാ സമാജം അങ്ങനെ ഭാരവാഹികളോടുള്ള നന്ദി സ്നേഹവും ഈ കുടുംബത്തിൻ്റെ പേരിൽ പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ്. ദൈവതമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്നുള്ളത് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈ ഒരു പ്രിയദാസിയുടെ ശവസംസ്കാര ശുശ്രൂഷ നമുക്ക് എല്ലാവർക്കും ഒരു ബോധനം നൽകുവാൻ തക്കവണ്ണം ഇടയാകട്ടെ എന്നുള്ളത് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. കാരണം ഓരോ മരണം ഈ ലോകത്തിൽ നടക്കുമ്പോഴും നമ്മളോട് ഓരോ കാര്യങ്ങൾ അത് സംസാരിക്കുന്നുണ്ട്. എൻ്റെയും ജീവിതം ഓരോ നിമിഷവും കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞാൻ എപ്പോൾ ഈ ലോകത്ത് നിന്ന് കടന്നു പോകുമെന്ന് അറിയാൻ തക്കവണ്ണം സാധിക്കുകയില്ല. ചിലർ ഈ നിൽക്കുന്ന നിമിഷത്തിൽ തന്നെ കടന്നു പോകാൻ തക്കവണ്ണം ഇടയായിരിക്കും. പ്രത്യേക ഈ പ്രിയദാസിയെ സംബന്ധിച്ച് വളരെ സന്തോഷം തരുന്ന ഒരു സംഗതി എന്തെന്ന് ചോദിച്ചാൽ ഭവനാംഗങ്ങൾ എല്ലാവരും തന്നെ മക്കളും പ്രത്യേക കണക്ഷനുകളും വളരെ പ്രത്യാശയോടുകൂടിയാണ് ഈ പ്രിയദാസിയെ ശുശ്രൂഷിച്ചത് എന്നുള്ളത് മനസ്സിലാക്കാൻ തക്കവണ്ണം സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ ഒരു 2 വർഷക്കാലം തീരെ കിടപ്പിലായിരിക്കുന്ന ഈ സമയങ്ങളിൽ വളരെ സന്തോഷത്തോടുകൂടി വളരെ പ്രത്യാശയോടുകൂടി ദൈവം സൗഖ്യം നൽകും എന്നുള്ള ആ ഒരു പ്രത്യാശയോടുകൂടിയാണ് പ്രിയദാസി അവർ ശുശ്രൂഷിച്ചത് എന്നുള്ളത് മനസ്സിലാക്കാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. എല്ലാ ശുശ്രൂഷകളും പൂർത്തീകരിക്കപ്പെട്ട തൈലാഭിഷേകവും വിശുദ്ധ കുർബാനാനുഭവവും എല്ലാം പൂർത്തീകരിച്ചതിന് ശേഷമാണ് പ്രിയദാസി ഈ ലോകത്തോട് വിട പറഞ്ഞത് എന്നുള്ളത് ഒരു വിശ്വാസിയുടെ ജീവിതം സംബന്ധിച്ച് ഏറ്റവും അനുഗ്രഹീതമായിട്ടുള്ള സംഗതി കൂടിയാണ്. അതുകൊണ്ട് എല്ലാ തരത്തിലും അനുഗ്രഹീതമായിട്ടുള്ള ഒരു യാത്രയയപ്പ് പ്രിയദാസിക്ക് നൽകുവാൻ തക്കവണ്ണം ഇവിടെ കൂടി വന്നിരിക്കുന്ന എല്ലാവർക്കും സാധിക്കട്ടെ എന്നുള്ളത് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഈ പ്രിയദാസിയെ ശുശ്രൂഷിച്ച ഹോം നഴ്സുമാരായിട്ട് ഭവനത്തിലും മറ്റും ഒക്കെ ശുശ്രൂഷിച്ച എല്ലാവരോടുമുള്ള നന്ദി ഈ ഭവനാംഗങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ്. ദൈവതമ്പുരാൻ ശുശ്രൂഷിച്ച കരങ്ങളെ 30 മേനിയായിട്ട് അനുഗ്രഹിക്കണം തക്കവണ്ണം ഇടയാകട്ടെ എന്നുള്ളത് പ്രത്യേക പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ദൈവതമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സെമിത്തേരിയിൽ ചില ക്രമീകരണങ്ങൾ കുറച്ച് കാലതാമസം നേരിടുന്നുണ്ട്. അതുകൊണ്ട് കുറച്ചുകൂടി കഴിഞ്ഞായിരിക്കും ഇവിടെ നിന്ന് ദേവാലയത്തിൽ നിന്ന് ബോഡി പുറത്തേക്ക് എടുക്കുന്നത് എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. ഇപ്പോൾ മൃതശരീരം ബോക്സ് അടയ്ക്കണമെന്നൊക്കെ ക്രമീകരണം ചെയ്യണം എന്നുള്ള കാര്യം പ്രത്യേക ഓർമ്മിപ്പിക്കുന്നു.
ദൂതന്മാർ ചേരും ചിതറിയൊരല്ലകിരം നേടും തേജസാത്മാവോട് ധനവും നാശം കൂടാ തുയരേൽക്കും സ്തുത്യന്മാർത്തമറിയാം തൻ സോദരനാകും ലോകോ സാധ്യഞ്ഞെന്നാലും ജീവൻ കൽപ്പിച്ചൊന്നിച്ചപ്പോൾ ജീവിച്ചാൽ മൃതരം യത്തിൽ ജീവിക്കും നിന്നാഹ്വാനത്താൽ മൃതസംഖ്യേരെ മൺമയനാമാതമോടായ നിയമങ്ങൾ പ്രിയമൺമയനെ കേണ്ട നീ ഹൃദയം ജീവനമേ കേടും ദൈവസുത ഞാനെന്നോദിയ ബഹുബലവാനാം സ്വർഗീയൻ സ്തുത്യൻ ചാതുര്യത്തുടു ഭുവനത്തെ മരണനുഖത്തിൽ ബന്ധിച്ചൊരവിജ്ഞൻ സൃഷ്ടാവത്തിൽ നിന്നും നീക്കുന്നു തൃപ്പാവനോട് രുതിരവുമേറ്റൊരു വിശ്വാസികം ധരിച്ചിടുമീ ധൂപത്താൽ പുണ്യം ജീവ പ്രധാനാംശികാലിൻ ദൈവികമാം വലഭാഗത്താൽ നിലകൊണ്ടങ്ങേ സ്തുതി പാടിയിടട്ടെ. എന്നിങ്ങനെ ശരണവുമേ നിനക്ക് സ്തുതി പാറിക്കുമോ അത്യുന്നതങ്ങൾ സ്വർഗീയ മാലാഖമാരും പ്രധാന മാലാഖമാരും സ്തുതിക്കുന്നത് പോലെ ബലഹീനം മൺമേരുമായി ഞങ്ങൾ നിന്നെ സ്തുതിച്ചു പറയുന്നു. ഞങ്ങൾ നിന്നെ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും ചെയ്യുന്നു. സ്വയുടെ ശബ്ദം നിനക്ക് ഞങ്ങൾ കരയിട്ടുന്നു. സർവശക്തിയുള്ള പിതാവ് സ്വർഗരാജാ സൃഷ്ടാമാർഗ ദൈവമായ കർത്താവ് നിന്നെ യേശുവിശാദൈവത്താവേ വിശുദ്ധഹായുടെ നിന്നെ സ്തോത്രം ചെയ്യുന്നു. ലോകത്തിന്റെ ഭാഗത്തെ വഹിതനും മനുഷ്യനുമായ ഞങ്ങളോട് കർണ ചെയ്യണമേ. ലോകത്തിന്റെ ഭാഗത്ത് വഹിക്കുന്ന മനുഷ്യനുമായുള്ളവർ ദിവ്യാസങ്ങളുടെ അപേക്ഷ കൈക്കൊള്ളണം. പിതാവിന്റെ വലത്ത് ഭാഗത്ത് മോത്തോട്ടിക്കുന്ന ഏതോ ഞങ്ങളോട് കർണ ചെയ്യണമേ. എന്നാൽ നീ മാത്രം പരിശുദ്ധരാകുന്ന പരിശുദ്ധയുടെ യേശുമശിഹാ നീ മാത്രം പിതാവായ ദൈവത്തിന് മാത്രം എല്ലാ കാലത്തും ഞങ്ങൾ ഞങ്ങൾ വാഴ്ത്തുകയും നീക്കം വാഴ്ത്തപ്പെട്ടതും കൃത്യതയുള്ളതുമായ നിന്റെ പരിശുദ്ധ തിരുനാമത്തെ സ്തുതിക്കുകയും ചെയ്യും. ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ സർവശക്തി കർത്താവേ നീ വാഴ്ത്തപ്പെട്ടവനാം തിരുനാമത്തോടെ യോഗ്യമാകുന്നു മഹനിക്തമാകുന്നു സകലത്തിന്റെ നിയോസത്തിന്റെ പിതാവുമായവനെ നിനക്ക് മേഘപുത്രം സൗഭാഗ്യം പുകഴ്ച ചർച്ചയാകുന്നു. അതിപ്പോഴും എല്ലാം ഇപ്പോഴും തന്നെ. ചെയ്യണമേ കർത്താവേ നിന്റെ വർണ്ണക്കാരനോട് മാഞ്ഞു പോകാനായിട്ട് ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ
മറിയമേ നിനക്ക് സമാധാനം. ഞങ്ങളുടെ കർത്താവിനോട് സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ളവനെ അമ്മേ ഭാവിയുടെ വേണ്ടി എപ്പോഴും വന്ന സമയത്ത് സർവശക്തിയുള്ള പിതാവായ ആകാശത്തിന്റെയും ഭൂമിയുടെയും ദൈവത്തിന്റെ ഏകപുത്രനും ജീവിപ്പിക്കുന്ന കൃപ ചെയ്തതുപോലെ ഹാലേലൂയ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. കൃപയിൽ നാദം കേട്ടിട്ട് അനുഗ്രഹം നിറഞ്ഞിരിക്കുന്നവനെ ഞങ്ങളുടെ കർത്താവ് നിത്യദൈവമേ നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. കർത്താവേ നിന്റെ കൃപയാലും മഹാകരുണയാലും ഞങ്ങളുടെ പ്രാർത്ഥനയെ കേൾക്കണമേ, ഞങ്ങളുടെ ശുശ്രൂഷകളെ അംഗീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ സഹായത്തിന് വന്ന ഞങ്ങളുടെ മരിച്ചവർക്ക് പാപപരിഹാരം നൽകണമേ. സത്യവിശ്വാസത്തോടെ നിങ്ങളുടെ ശ്രമത്തിൽ പ്രാപിച്ചിരിക്കുന്ന നിന്റെ ദാസിക്ക് പാപപരിഹാരം നൽകുകയും ചെയ്യുമാറാകണമേ. വാത്സല്യ സഹോദരങ്ങളെ പരസ്പരം ആശ്വസിപ്പീൻ, അന്യോന്യം ധൈര്യപ്പെടുത്തുകയും മരിച്ചവരുടെ സംസ്കാരത്തിൽ നീതീകരണം പ്രാപിക്കുകയും ബ്രദറിൽ നിന്ന് കരുണ പിൻവലിക്കരുത്. വിരുന്ന് ഭവനത്തിൽ പോകുന്നതിനേക്കാൾ ഉത്തമ വിലാഭവനത്തിൽ പോകുന്നതാകുന്നു എന്നുള്ള കൽപ്പന അനുസരിച്ച് വിശുദ്ധ സഭയുടെ പ്രജകൾ എന്ന നിലയിൽ ഇപ്പോൾ നിങ്ങൾ വന്ന ഈ ദൈവികമായ തിരുവെഴുത്ത് നിർവഹിച്ചിരിക്കുന്നു. ദൈവം നിങ്ങളുടെ സഹായത്തിന് വന്ന് നിങ്ങൾക്ക് സമാധാനവും ശാന്തിയും നൽകട്ടെ. കർത്താവ് തൻ്റെ മഹാകരുണയാൽ നിങ്ങളുടെ കടങ്ങൾ പരിഹരിക്കുകയും തെറ്റുകളെ ക്ഷമിക്കുകയും ചെയ്യട്ടെ. ഉത്തമ ഹൃദയത്തോടും വെടിപ്പോടും വിശുദ്ധിയോടും കൂടെ ഞങ്ങൾ വിളിക്കുന്ന ഏത് സമയത്തും കർത്താവായ യേശു മിശിഹാ നിങ്ങൾക്ക് ഉത്തരമരണം. ഐശ്വര്യപൂർണ്ണമായ തൻ്റെ ശ്രീഭണ്ഡാരത്തിൽ നിന്ന് കർത്താവ് നിങ്ങളുടെ യാതനകൾക്ക് മറുപടി അയച്ചു നൽകുകയും ചെയ്യും. എൻ്റെ പിതാവിനെ അനുഗ്രഹിക്കപ്പെട്ടവരെ, ലോകാരംഭത്തിന് മുമ്പ് തന്നെ നിങ്ങൾക്കായി ഒരുക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യം വന്ന് അനുഭവിച്ചു കൊള്ളുവീൻ എന്നരളി ചെയ്യുന്ന സന്തോഷപ്രദമായ ശബ്ദം കേൾക്കുവാൻ ദൈവം നിങ്ങൾക്ക് സംഗതിയാക്കട്ടെ. നിങ്ങളുടെയും നിങ്ങളുടെ പരേതരുടെയും ശരണത്തിൽ ദൈവത്തിൽ ശരണത്തിൽ നിദ്ര പ്രാപിച്ചിരിക്കുന്ന ഈ മശിഹായുടെ ദാസിയുടെയും പാപങ്ങൾ കർത്താവ് പരിഹരിക്കട്ടെ. കർത്താവ് ഇവളെ നിന്റെ വലത്തുഭാഗത്ത് വിളിച്ചു നിർത്തുമാറാകട്ടെ. ആദ്യ മനുഷ്യൻ പാപം ചെയ്യുന്നതിന് മുമ്പ് അവൻ്റെ കൂടാരം കർത്താവ് സ്ഥാപിച്ച അതേ സ്ഥലത്ത് തന്നെ ഇവളുടെ വാസവും ആനന്ദകരമായി തീർക്കുമാറാകട്ടെ. ദൈവമാതാവായ മറിയാമിന്റെ സകല പരിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയാൽ സ്വർഗീയ ഭവനത്തിലും സഭയിലും ഈ ഭൗമിക സഭയിലും ഇവയെല്ലാം സാധിക്കുമാറാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവം തൻ്റെ ശരണത്തിൽ നിന്ന് പ്രാപിച്ചിരിക്കുന്ന തൻ്റെ ദാസിയും ആരാധകയുമായ ഇവളെ കൃപയോടെ ആശ്വസിപ്പിക്കുമാറാകട്ടെ. നമ്മുടെ ഈ കൂട്ടത്തിന്മേൽ ദൈവത്തിൻ്റെ കരുണ എന്നേക്കും രണ്ട് ലോകങ്ങളിലും ഉണ്ടായിരിക്കുകയും ചെയ്യുമാറാകട്ടെ. പാർക്കുമോർ ആകാശവും ഭൂമി സൃഷ്ടിച്ചാർത്താൻ നിങ്ങൾ അനുഗ്രഹീതരാകുന്നു. ആത്മീയമായ ഈ സംസ്കാര ശുശ്രൂഷയെ സംബന്ധിച്ച നിങ്ങളെ ദൈവനിബ്രാ വാഴ്ത്തി പുണ്യപ്പെടുത്തുമാറാകട്ടെ. ദൈവനിബ്രാ നിങ്ങളെ വാങ്ങിപ്പോരു ദാസരാത്മാക്കൾക്ക് ആശ്വാസം നൽകുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധരുമായുള്ളവേ, കുറ്റങ്ങളും കുറവുള്ളതുമായുള്ള പ്രാർത്ഥനാദിന ഉദ്ധാരങ്ങൾ അവിടുത്തെ ഉന്നതസിംഹാസനത്തിനും ഭാഗം കേൾക്കപ്പെടുന്ന അംഗീകരിക്കപ്പെടുന്ന ആക്കി തീർക്കുമാറാകണമേ.
ശവസംസ്കാര ശുശ്രൂഷ ഇവിടെ പൂർത്തീകരിക്കപ്പെടുകയാണ്. കല്ലറയിൽ മണ്ണ് നിക്ഷേപിക്കേണ്ടവർക്ക് നിക്ഷേപിക്കാം. അതിനുശേഷം കടന്നു വന്നിട്ടുള്ള എല്ലാവർക്കും ഒരു ചെറിയ റിഫ്രഷ്മെൻറ്റ് ക്രമീകരിച്ചിട്ടുണ്ട്. അതിന് പങ്കുകൊള്ളതിന് ശേഷം മാത്രമേ പോകാവൂ എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കാം. എല്ലാവർക്കും നന്ദി. മമ്മിയുടെ ഫ്യൂണറിൽ എല്ലാവരും പങ്കിട്ട് നന്ദി. തിരുപ്പൂർ അച്ഛന്, കുന്നൂർ അച്ഛന്, മാസ്റ്റേഴ്സ്, സ്റ്റെയിൻ സ്കൂൾ മാസ്റ്റേഴ്സ്, നമ്മുടെ പള്ളിക്കാർ, എല്ലാ ബന്ധുക്കാർക്കും എല്ലാവർക്കും നന്ദി. തിരിച്ചും നന്ദി പറഞ്ഞു. താങ്ക്സ് ഫോർ ഓൾ. എല്ലാവർക്കും താങ്ക്സ്. സമാധാനത്തോടെ പോകുകയും